പ്രൈസലോ കർത്താവിൻ്റെ ദിവസമായി നാം വാഴ്ത്തപ്പെടണം. ഈ നല്ല സമയത്ത് ഓർത്ത ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്ന വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിനും കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർ കർത്താവായ യേശുക്രിസ്തുവിന്റെ വിധിയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. അല്പസമയത്ത് ദൈവത്തെ ചിന്തയ്ക്കായി ദൈവത്തിനും വായിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം. മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല, അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത് എന്ന് യേശു കർത്താവ് ഇവിടെ പറയുന്ന തിരുവെഴുത്ത്. നമ്മൾ ചിന്തിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല എന്നുള്ള തിരുവെഴുത്താണ്. ഈ ദൈവത്തിന്റെ ഭാഗം അനവധി പ്രാവശ്യം ഞാൻ നിങ്ങൾ വായിച്ച് മതി തീരാതെ കൊതി തീരാതെ ശുശ്രൂഷിച്ച് അതിൻ്റെ പര്യവസാനം കണ്ടെത്താതെ ആഴക്കടലിൽ നിന്ന് മുത്തുകൾ വാരിയെടുക്കുന്നത് പോലെ, ആഴക്കടലിലെ മുത്തുകൾ വാരിയെടുത്ത തീരത്തെന്ന് പറഞ്ഞ പോലെ ഈ വചനത്തിന്റെ ആഴങ്ങൾ അന്നും ഇന്നും എല്ലാം ഒരുപോലെ ശക്തമായിട്ട് നിൽക്കുക. എത്ര ശുശ്രൂഷിച്ചാലും, എത്ര ലക്ഷക്കണക്കിന് ദൈവദാസന്മാർ ശുശ്രൂഷിച്ചാലും ഈ വചനം ഓരോ ദിവസവും പുതിയ പുതിയ വെളിപ്പാടായിരുന്നേ വ്യക്തം ചെയ്യാം. ലേവിയ. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഈ ദൈവത്തിനും ചിന്തിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. പ്രൈസലോ. ഇവിടെ കള്ളൻ എന്ന് പറയുന്നത് ഈ ലോകത്തിന്റെ പ്രഭുവായിരിക്കുന്ന പിശാചിനെ, സാത്താനെ കുറിച്ചാണ് പറയുന്നത്. കള്ളൻ. ഈ കള്ളന് പ്രവർത്തിക്കാൻ മനുഷ്യനെ ആവശ്യമാണ്, ഈ സാത്താനെ പ്രവർത്തിക്കാൻ. കാരണം അവൻ മനുഷ്യരിലൂടെയാണ് എല്ലാം ചെയ്യുന്നത്. അപ്പം മനുഷ്യനാണ് മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനുമായിട്ട് മനുഷ്യന്റെ ഇടയിലേക്ക് കയറി വരുന്നതും. അല്ലേരിക. അപ്പം മനുഷ്യൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് സമ്പാദിച്ചു വെച്ചിരിക്കുന്ന പണത്തെ, അല്ലേരിക, വളരെ വിയർപ്പൊഴുക്കി പാടത്തും പറമ്പിലും കോറിയിലും കല്ലിനോടും മണ്ണിനോടും തടിയോടും ഒക്കെ അമ്മ വിയർപ്പൊഴിച്ച് വിവിധ കഷ്ടതയുടെ നടുവിലൂടെ കടന്നുപോയി ജോലി ചെയ്ത് ചോര വിയർപ്പാക്കിയെടുത്ത പൈസ മനുഷ്യനെ വീട്ടിൽ കൊണ്ടുവന്ന് സ്വരൂപിച്ച് അടച്ച് ഭദ്രമായി അലമാരി വെക്കും. മാത്രമല്ല അവരുടെ നല്ല ബാലൻസുകളൊക്കെ കൊണ്ടുവന്ന് അവർ ബാഗിലൊക്കെ സേവ് ചെയ്യും. എന്നാൽ കള്ളൻ എന്ത് ചെയ്യും? അമ്മ കത്തി കാട്ടി തോക്ക് കാണിച്ചു ഗുണ്ടായുസത്തിലൂടെ നമ്മുടെ പണം അപഹരിക്കും. നമുക്കറിയാം, പട്ടാപ്പകൽ ബാങ്കുകൾ കൊള്ളയടിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട്. തോക്ക് കാണിച്ച് ബാങ്കുകൾ കൊള്ളയടിച്ചത്. പട്ടാപ്പകൽ സ്വർണ്ണക്കടയിൽ കയറി മോഷ്ടിച്ചത് നമ്മൾ കണ്ടിട്ടുണ്ട്. പട്ടാപ്പകൽ വീടുകൾ കയറി മോഷ്ടിക്കുന്നു. അർദ്ധരാത്രിയിൽ കള്ളന്മാർ പെരുകിക്കൊണ്ട് വീടുകൾ കവർച്ച ചെയ്യുന്നു. അപ്പൊ ഇവിടെ മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല എന്ന് പറയുമ്പോൾ ഈ ലോകത്തിന്റെ ശത്രുവായിരിക്കുന്ന, ഈ ലോകത്തിന്റെ ദൈവമായിരിക്കുന്ന, ലോകത്തിന്റെ പ്രഭുവായ സാത്താൻ എന്ന് പറയുന്ന മുട്ടിഞ്ഞ കള്ളൻ, ഹല്ലേലൂയ, അവന് പ്രവർത്തിക്കാൻ ഈ മനുഷ്യനെയാണ് അവൻ തിരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ടാണല്ലോ മനുഷ്യന്റെ വലിയൊരു സമ്പത്തുകൾ അവൻ അപഹരിച്ചു കൊണ്ടുപോകുന്നത്. ഹല്ലേലൂയ. സാത്താനും ഒരു മോഷ്ടാവ് തന്നെയാണ്. നമ്മൾ ചിന്തിക്കണം, സാത്താൻ ഒരു മോഷ്ടാവാണ്. ഇപ്പൊ ലോകപ്രകാരം നമ്മൾ അധ്വാനിച്ച സമ്പത്തുകളെല്ലാം പിശാച് അമലിയ മനുഷ്യരുടെ മോഷ്ടിച്ചെടുക്കുന്ന പോലെ തന്നെ സാത്താൻ സഭയ്ക്കകത്ത് മോഷണമുണ്ട്. ഒരു സഭയ്ക്കകത്ത് ആടുകളെ മോഷ്ടിക്കുന്ന ഒരുപാട് കള്ളന്മാരുണ്ട്. സഭയിലെ ആടുകളെ മോഷ്ടിക്കുന്ന, നന്നായിട്ട് ശുശ്രൂഷിച്ച് നന്നായിട്ട് സമാധാനവും സന്തോഷവും ആരാധനയും മുന്നോട്ട് പോകുന്ന സഭയ്ക്കകത്ത് ആമെ സാത്താനാകുന്ന കള്ളൻ നുഴഞ്ഞു കയറും. അടുത്ത സഭയെക്കുറിച്ച് കുറ്റം പറയും, അടുത്ത വിശ്വാസിയെക്കുറിച്ച് കുറ്റം പറയും, അടുത്ത പാസ്റ്ററെക്കുറിച്ച് കുറ്റം പറയും. ആ സഭയ്ക്കകത്ത് ഇറച്ചു വരുത്തി ആ സഭയ്ക്കകത്ത് നിൽക്കുന്ന ആടുകളെ, ദൈവത്തിന്റെ കുഞ്ഞാടുകളെ, ദൈവത്തിന്റെ ജനത്തെ മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന കള്ള ഇടയന്മാരും കള്ള പ്രവാചകന്മാരും ഒരുപാട് വേഷം കെട്ടി ഇറങ്ങിയിട്ടുണ്ട്. പ്രൈസോ. അവർ ചക്രവാക്കും മുഖസ്തുതിയും പറഞ്ഞാണ് വരുന്നത്. ലോകപ്രമാണമായ കള്ളം വരുന്നത് കത്തി കാട്ടിയും തൂക്ക് കാട്ടിയും ഉണ്ടായിച്ചമാണെങ്കിൽ, സാത്താൻ ഈ ആത്മീയമായി നമ്മൾ ചിന്തിക്കുമ്പോൾ സഭയ്ക്കകത്തേക്ക് നുഴഞ്ഞു കയറുന്ന കള്ളൻ കാമ്യൻ ലോകപ്രകാരം വരുന്ന സാത്താനേക്കാൾ വലിയവനാണ്. കാരണം അവന്റെ വായിലെ വാക്കുകൾ, അവന്റെ സംസാര രീതി, അവന്റെ ആംഗ്യ ഭാഷ, അവന്റെ ശരീരഘടന എല്ലാം കൂടെ നോക്കുമ്പോൾ അവൻ ലോകപ്രകാരമുള്ള കള്ളനേക്കാൾ വലിയവനാണ്. ആടുകളെ മോഷ്ടിക്കുന്ന കള്ള ഇടയന്മാർ, കള്ള പ്രവാചകന്മാർ, കള്ള ഹല്ലേലൂയ പ്രവർത്തകർ. ഓർത്തു നോക്കി. അപ്പൊ അതുകൊണ്ടാണ് യേശു പറഞ്ഞ മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളം വരുന്നത്. ദൈവസഭയെ സൂക്ഷിക്കണം. ഒരു ദൈവസഭയുടെ കൈക്കീഴിൽ നിൽക്കുന്ന, ഒരു ഇടയന്റെ കൈക്കീഴിൽ നിൽക്കുന്ന ദൈവജനം മറ്റൊരു ഇടയന്റെ ഉപദേശം കേൾക്കാനായിട്ട് നിങ്ങൾ കാതു കൊടുക്കരുത്. മറ്റൊരു ഇടയന്റെ ചക്രവാക്കും മുഖസ്തുതിയും കേട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നിങ്ങൾക്ക് വേണ്ടി ഉപവസിക്കുകയും നിങ്ങൾക്ക് വേണ്ടി കണ്ണീരോടെ കരയുകയും ചെയ്യുന്ന ദൈവദാസനെ, കുടുംബത്തെ നിങ്ങൾ ദുഃഖത്തിനാഴ്ത്തരുത്. അത് നിങ്ങൾക്ക് ശാപമായി മാറും.
കാരണം നിങ്ങളെ മോഷ്ടിപ്പാനും മറപ്പാനും മുടിപ്പാനും വരുന്നവൻ തന്ത്രശാലിയാണ്. അവനും മനുഷ്യവേഷമാണ്, അവനും ഇടയന്റെ വേഷമാണ്. അവനെയൊക്കെ സൂക്ഷിക്കേണ്ടത്. അങ്ങനെ ഒരുപാട് സഭകൾ തകർന്ന ചരിത്രങ്ങൾ, സംഭവങ്ങളുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. എന്റെ സഭയിൽ നിന്ന് കഴിഞ്ഞ കാലിൽ ഒരു ആട്ടിൻകൂട്ടത്തെ അങ്ങ് മോഷ്ടിച്ചു. ഹല്ലേലൂയ. ആട്ടിൻകൂട്ടത്തെ മോഷ്ടിച്ച് ആട്ടിൻകൂട്ട സഭയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. കാരണം അറുപ്പാനും മുടിപ്പാനും മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും കള്ളൻ ഏത് വേഷം കിട്ടും. ഹല്ലേലൂയ. പിന്നെ ഞാൻ മോഷ്ടിച്ച അല്ലെങ്കിൽ കള്ളന്മാരെ കണ്ടു കഴിയുമ്പോൾ ഞാൻ ചോദിച്ചപ്പം പറഞ്ഞു, അവരിയ്ക്കട്ടെ വാസ എന്ന് പറഞ്ഞു. ഞാനും പറഞ്ഞിരുന്നോട്ടെ. ഹല്ലേലൂയ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? യുദ്ധം ചെയ്യാൻ പറ്റില്ല. നമുക്കറിയാമല്ലോ ആടുകളെ മോഷ്ടിക്കുന്നത്. യേശു തന്നെ ഇത് പറഞ്ഞല്ലോ. അപ്പൊ സാത്താൻ ഒരു കള്ളനാണ്. ഹല്ലേലൂയ. അവൻ നമ്മുടെ സന്തോഷത്തെയും നമ്മുടെ സമാധാനത്തെയും മോഷ്ടിച്ചു കൊണ്ടുവരും. സാത്താൻ നമ്മുടെ സന്തോഷത്തെ, സമാധാനത്തെ മോഷ്ടിക്കും. സഭയ്ക്കകത്തുള്ള സന്തോഷത്തെ, സമാധാനത്തെ, ആത്മീയതയെ മോഷ്ടിച്ച് സഭയുടെ വിശുദ്ധിയെ കെടുത്തി കളയും. ഇത് കുടുംബത്തിലും തന്നെയാണ്. കുടുംബത്തിലും അല്ലെങ്കിൽ ഈ സാത്താനാകുന്ന കള്ളൻ വന്ന് ദുരുപദേശങ്ങൾ പറഞ്ഞ് നിങ്ങളെ സഭയും കൂടെ തെറ്റിക്കും. നിങ്ങളെ ഇടയന്മാരെയും കൂടെ തെറ്റിച്ചിട്ട് നിങ്ങളുടെ സമാധാനത്തെയും നിങ്ങളുടെ സന്തോഷത്തെയും നിങ്ങളുടെ വിശുദ്ധിയെ നഷ്ടപ്പെടുത്തി കളഞ്ഞ് നിങ്ങളെ ഒരു അസ്വസ്ഥനാക്കി മാറ്റും. പ്രൈസ് ദി ലോർഡ്. ഈ സാത്താൻ എന്നിട്ട് പോകുന്നിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കുണ്ടായ അസ്വസ്ഥത നിങ്ങൾ അത് വലുതായിട്ട് പ്രകടമാക്കാൻ തുടങ്ങും. നിങ്ങളതിനെക്കുറിച്ച് ചിന്തിക്കുന്തോറും നിങ്ങളുടെ മനസ്സ് വേദനിക്കും. നിങ്ങൾ കുടുംബമായിട്ട് ചർച്ച ചെയ്യും. ചർച്ച ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് സഭയ്ക്കകത്ത് ഇറച്ചി ഉണ്ടാകുന്ന വിധത്തിൽ സാത്താൻ നിങ്ങൾ പ്രവർത്തിക്കും. അവൻ പിന്നെ ഫോണൊക്കെ വിളിക്കും. വിളിച്ചിട്ട് വീണ്ടും പ്രോത്സാഹനം തരും. സൂക്ഷിക്കണം കേട്ടോ, ആടുകളെ മോഷ്ടിക്കുന്ന കള്ളൻ. ഹല്ലേലൂയ. അവൻ മോഷ്ടിപ്പാനാണ്, അറുപ്പാനാണ്, മുടിപ്പാനാണ്. നിന്റെ കുടുംബത്തെ നശിപ്പിക്കാനാണ്. നിന്റെ സമാധാനത്തെ, സന്തോഷത്തെ, വിശുദ്ധിയെ കെടുത്തി നിന്റെ കുടുംബത്തെ നരകത്തിലാഴ്ത്താൻ വരുന്നവരെ സൂക്ഷിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ സുവിശേഷകന്മാർ വചനമാകുന്ന വിത്ത് വിതയ്ക്കുമ്പോൾ വഴിയരികെ വീണ വിത്തുകൾ പറവുകൾ വന്ന് തിന്നുകളഞ്ഞുവെന്ന് നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിനകത്ത് വായിക്കുന്നുണ്ട്. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം വായിക്കും 13-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. അപ്പൊ എന്താണ് അവന്റെ ജോലി? അവന്റെ ജോലി മോഷണമാണ്. ഹല്ലേലൂയ, സ്തോത്രം. മോഷണമാണ്, മോഷ്ടിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പൊ ഇങ്ങനെയുള്ള കള്ളന്മാരെയാണ് നമ്മൾ വളരെ സൂക്ഷിക്കുക എന്ന് പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പം 13-ാം അധ്യായം നമ്മൾ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം വായിക്കുമ്പോൾ കാണുന്നുണ്ട്. 13-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ കാണുന്നു. ഹല്ലേലൂയ, സ്തോത്രം. വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികെ വീണു. ഹല്ലേലൂയ. പറവകൾ വന്ന് തിന്നുകളഞ്ഞു. ചിലത് പാറസ്ഥലത്ത് വീണു. ഏറെ മണ്ണില്ലാത്തടത്ത് വീണു. മണ്ണിന് താഴ്ചയില്ലായികയാൽ ക്ഷണത്തിൽ മുളച്ചു വന്ന് സൂര്യൻ ഉദിച്ചപ്പോൾ ചൂട് തട്ടി വേരില്ലായികയാൽ അത് ഉണങ്ങിപ്പോയി. മറ്റു ചിലത് മുള്ളിനിടയിൽ വിതച്ചു വീണു. മുളച്ച് വളർന്ന് അതിനെ ഞെരുക്കി കളഞ്ഞു. ചിലത് അല്ലെങ്കിൽ നല്ല സ്ഥലത്ത് വീണു. 100, 60, 30 മേനിയായി വിളഞ്ഞു എന്നാണ്. ഹല്ലേലൂയ. അപ്പം ദൈവദാസന്മാർ, ദൈവമക്കൾ അല്ലെങ്കിൽ ദൈവവചനമാകുന്ന വിത്ത് നമ്മുടെ ഭവനത്തിൽ വന്ന് നമ്മോട് പറയുമ്പോൾ, തെരുക്കോണുകളിൽ നമ്മൾ കേൾക്കുമ്പോൾ, ട്രാക്റ്റുകളുടെ വിശുദ്ധ സത്യവേദപുസ്തകം നിങ്ങൾ തരുമ്പോൾ നിങ്ങൾക്ക് അതിലൂടെ കേൾക്കുന്ന നല്ല വചനമാകുന്ന വിത്ത് നിങ്ങളുടെ ഹൃദയത്തിൽ വിതച്ചു കഴിയുമ്പോൾ, ആ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ വീണ് കഴിയുമ്പോൾ ആ വചനം എങ്ങനെയെങ്കിലും നിങ്ങൾ എടുത്തു കളയാൻ വേണ്ടിയിട്ട് ശത്രുവായിക സാത്താൻ ശ്രമിക്കും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് വചനം വായിച്ച സുവിശേഷകന്മാർ വചനമാകുന്ന വിത്ത് നിങ്ങളുടെ ഉള്ളിൽ വിതയ്ക്കുമ്പോൾ വഴിയരികെ വീണ വിത്തുകൾ പോലെ അത് പറവുകൾ വന്ന് തിന്നു കളഞ്ഞെന്ന് പറഞ്ഞ പോലെ നിങ്ങളുടെ ജീവിതമാകുന്ന യാത്ര, ഈ ലോകത്തിൽ നിങ്ങളുടെ ഉള്ളിൽ വീഴുന്ന വചനമാകുന്ന വിത്തുകൾ സാത്താൻ വന്നെടുക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഇതിനെക്കുറിച്ച് ഇവിടെ വിശദീകരിക്കുമ്പോൾ യേശു പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 13:19 വായിക്കും. ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. ഒരുത്തൻ രാജ്യത്തിന്റെ വചനം കേട്ടിട്ട് ഗ്രഹിക്കാഞ്ഞാൽ ദുഷ്ടൻ വന്ന് അവന്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടത് എടുത്തു കളയുന്നു. ഇതത്ര വഴിയരികെ വിതയ്ക്കപ്പെട്ടത്. അപ്പം യേശു ശിഷ്യന്മാരും അല്ലെങ്കിൽ പകൽ സമയം ശുശ്രൂഷ കഴിഞ്ഞ് അവർ വിശ്രമിക്കുന്ന സമയത്ത് ശിഷ്യന്മാർ അടുക്കൽ വന്നു അവരോട് ഉപമകളായി സംസാരിക്കുന്നത് എന്ത് എന്ന് അവനോട് ചോദിച്ചു. അവൻ അവരോട് ഉത്തരം പറഞ്ഞത്, സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിയുവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു, അവർക്കോ ലഭിച്ചിട്ടില്ല എന്ന് മത്തായി സുവിശേഷം 13:9 വായിക്കുന്നു. അങ്ങനെ ശിഷ്യന്മാർക്ക് ഉപമകളെ കുറിച്ച് വെളിപ്പെടുത്തുമ്പോഴാണ് യേശു അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് യേശു പറഞ്ഞത്. ഹല്ലേലൂയ, സ്തോത്രം. ആമീൻ പറഞ്ഞത് എന്താണ് പറഞ്ഞത്? ഒരുത്തൻ രാജ്യത്തിന്റെ വചനം കേട്ട് ഗ്രഹിക്കാൻ ഞാൻ ദുഷ്ടം വന്ന് അവന്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ട വചനം എടുത്തു കളയും.
അപ്പൊ നമ്മൾ കേൾക്കുന്ന വചനം ഗ്രഹിക്കുന്നില്ല എങ്കിൽ അല്ലെങ്കിൽ ദുഷ്ടൻ വരും. ദുഷ്ടൻ അതായത് സാത്താൻ വരും. അവൻ വന്ന് നമ്മുടെ ഹൃദയത്തിനകത്ത് വിതയ്ക്കപ്പെട്ട വചനത്തെ എടുത്തു കളയും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ദൈവത്തെ അകറ്റി മാറ്റും. ദൈവത്തിന് നമ്മെ അകറ്റി മാറ്റുക, നമ്മളും ദൈവത്തിന് അകന്നു പോകുക. സാത്താൻ അവന്റെ തന്ത്രങ്ങളാണ് ഉപയോഗിക്കുന്നത്. രക്തം ചെയ്യും. പാപത്തിന്റെ വഴിയിലേക്ക് നീ കടന്നു പോകത്തക്ക നിലയിൽ, പാപം നിന്നെ വശീകരിക്കത്തക്ക നിലയിൽ, ലോകത്തിന്റെ ആഗ്രഹങ്ങളും മോഹങ്ങളും ഇച്ഛകളും ഒക്കെ നിന്റെ ഉള്ളിലേക്ക് കടന്നു വരത്തക്ക നിലയില് അല്ലെങ്കിൽ പിശാച് നിനക്ക് പല ദർശനങ്ങളും കാഴ്ചകൾ തരും, പല ചിന്തകളും നിന്റെ ഉള്ളിൽ കൊണ്ടുതരും. അതിന് സാത്താൻ ചില മനുഷ്യരെയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് രാജ്യത്തിന്റെ വചനം, ഹല്ലേലൂയ, ആമീൻ, ഒരുത്തൻ രാജ്യത്തിന്റെ വചനം കേട്ടിട്ട് ഗ്രഹിക്കാൻ ഞാൻ അപ്പം വചനം കേൾക്കുന്നതിനെ നീ ഗ്രഹിച്ചതിന്റെ ഹൃദയത്തിനകത്ത് സംഗ്രഹിക്കണം. ആ വചനം ദുഷ്ടൻ എടുത്തു കളയുവാൻ വേണ്ടി നീ അവസരം കൊടുക്കരുത്. അല്ലേ? വചനം നമ്മൾ നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ വിശുദ്ധി നഷ്ടപ്പെടും, സമാധാനം നഷ്ടപ്പെടും, സന്തോഷം നഷ്ടപ്പെടും, ഐശ്വര്യം നഷ്ടപ്പെടും. അല്ലേ? പിന്നെ കണ്ണുനീരിന്റെ നടിയിലൂടെ നിങ്ങൾ യാത്ര ചെയ്യേണ്ടി വരും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിങ്ങൾ വചനം കേൾക്കുമ്പോൾ നല്ല നിലത്ത് വിതച്ച വിത്ത് പോലെ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ആ വചനത്തെ സംഗ്രഹിച്ചാൽ, ആ വചനം നിങ്ങളുടെ ഹൃദയത്തിനകത്ത് സൂക്ഷിച്ചാൽ, നിങ്ങളുടെ ഹൃദയത്തിനകത്ത് വിതയ്ക്കപ്പെട്ട വചനം വെച്ച് നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ, ആമേ, നിങ്ങൾ കണ്ണുനീർ കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, കണ്ണുനീർ കൊണ്ട് നിങ്ങൾ ദൈവത്തിൽ ഇരുന്ന് പ്രാർത്ഥിക്കും, ധ്യാനിക്കുമ്പോൾ, ആ വചനമാകുന്ന വിത്ത് നിങ്ങളുടെ ഉള്ളിൽ വളരുവാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. ആ വചനമാകുന്ന വിത്ത് നിങ്ങളുടെ ഉള്ളിൽ വളരുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കുന്ന ലോകമോഹങ്ങളിൽ, ലോകത്തിന്റെ ഇഷ്ടങ്ങളും ഇമ്പങ്ങളും ഇച്ഛകളെല്ലാം നിങ്ങളിൽ നിന്ന് മാറാൻ തുടങ്ങും. വചനം നിങ്ങളിൽ വളരും തോറും നിങ്ങൾ കർത്താവിനോട് കൂടുതൽ അടുക്കും. നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകും, സന്തോഷമുണ്ടാകും, നിങ്ങളുടെ ജീവിതത്തിൽ വിശുദ്ധി ആമേ ഉണ്ടാകാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. വചനമില്ലെങ്കിൽ എല്ലാം അശുദ്ധിയായിരിക്കും. പ്രൈസ് ദി ലോർഡ്. വചനത്തിൽ ജീവിക്കുന്നവനെ പിശാചിന് തകർക്കാൻ കഴിയില്ല. വചനത്തിൽ ജീവിക്കാത്തവനെ സാത്താൻ തകർത്ത് കളയും. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദുഷ്ടൻ വരാതിരിക്കാൻ നോക്കണം. നിങ്ങളുടെ കുടുംബത്തിനകത്ത് ദുഷ്ടൻ വരാതിരിക്കാൻ നോക്കണം. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിനകത്ത് മാലിന്യങ്ങൾ വന്ന് കൂമിഞ്ഞു കൂടാതിരിക്കാൻ നീ ശ്രദ്ധിച്ചോണം. ഹല്ലേലൂയ. അപ്പൊ യേശു അതുകൊണ്ടാണ് പറഞ്ഞത്, വിതച്ച വചനം നിന്റെ ഹൃദയത്തിനകത്ത് 30, 60, 100 മേനിയായി. ഹല്ലേലൂയ. അത് വളരണം. നീ അനേകർക്ക് ഫലം കൊടുക്കുന്നവനായി തീരണം. നിന്നെ കൊണ്ട് പ്രയോജനം ഉണ്ടായിരിക്കണം. ആർക്ക്? ദൈവരാജ്യത്തിന്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഈ കാലഘട്ടത്തിൽ സാത്താൻ ആമേൻ ചെയ്യുന്നത് എന്താണ്? നിന്നെ ദൈവരാജ്യത്തിന് പ്രയോജനപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ട് അവൻ നിന്റെ ഉള്ളിൽ ആമേൻ ദുഷ്ടമായ ചിന്തകൾ, ദുഷ്ടതയുടെ ആഗ്രഹങ്ങൾ കൊണ്ടെത്തന്ന് നിന്നെ ദൈവത്തിന് അകറ്റി കളയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ ഒരുപാട് കണ്ണുനീരിന്റെ നടുവിലൂടെ കടന്നു പോകുന്ന അനവധി ആളുകളെ കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. നമുക്കറിയാം, വചനമില്ലെങ്കിൽ എന്താണ് നമ്മുടെ ജീവിതാവസ്ഥ? ഹല്ലേലൂയ. അനവധി ക്രൈസ്തവർ എന്താണ്? ക്രൈസ്തവരുടെ ജീവിതം എന്ന് പറയുന്നത് ആമേൻ ദുഷ്ടനായിരിക്കുന്ന ശത്രുവിന്റെ കരങ്ങളിലാണ്. ഹല്ലേലൂയ. ഞങ്ങളുടെ അടുത്തൊരു ബീവറേജ് ഉണ്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ബീവറേജ് ഉണ്ട്. പകൽ സമയത്ത് നോക്കിയാലും രാത്രി സമയത്ത് നോക്കിയാലും ബൈക്കുകാർക്കോ മറ്റ് സൈക്കിളുകാർക്കോ മറ്റ് ഓട്ടോറിക്ഷക്കാർക്കോ വലിയ വാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയാത്ത വിധത്തിൽ അല്ലെങ്കിൽ അവിടെ ഭയങ്കര തിരക്ക. വഴി സൈഡിൽ കുറെ പെട്ടിക്കടകൾ സ്ഥാപിച്ചിട്ടുണ്ട്. വരുന്നവരെല്ലാം ബീവറേജ് സാധനം വാങ്ങി ഊറ്റി കുടിച്ച് റോഡിന്റെ സൈഡിൽ നിൽക്കുക. റോഡ് മുഴുവൻ തൂപ്പി നാറ്റിച്ച് വീടിക്കുറ്റിയും മുറിക്കുറ്റിയും എല്ലാം ഇട്ട് നശിപ്പിച്ച് വണ്ടികൾ തിങ്ങിത്തിരഞ്ഞിറങ്ങി യാത്രക്കാർക്ക് പോകാൻ പറ്റില്ല. കാരണം ക്രൈസ്തവരാണ് അവിടെ ഏറ്റവും കൂടുതൽ നിൽക്കുന്നത്. കാരണം ദുഷ്ടൻ അവരുടെ ഉള്ളിൽ പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ അവരെ മദ്യത്തിലേക്ക് വഴിതെറ്റിച്ചുകൊണ്ട് പോയിട്ട് അവർക്ക് വീട്ടിലിരിക്കാൻ കഴിയാതെ ഈ ബീവറേജിന്റെ മുമ്പിൽ വന്ന് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന അല്ലെങ്കിൽ ആ അനുഭവത്തിലേക്ക് എത്തി. അല്ലേറിയ. കാരണം അങ്ങനെയൊക്കെ ദുഷ്ടൻ നമ്മുടെ ജീവിതത്തിൽ വന്ന ആമെ വിശുദ്ധിയെ നഷ്ടപ്പെടുത്തി കളയും. അശുദ്ധി കൊണ്ടിട്ട് നിന്നെ ലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ. അല്ലേറിയ. നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ, നിങ്ങളുടെ ഉള്ളിൽ വിതച്ച വചനം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഒരു കള്ള് ഷാപ്പിന്റെ മുമ്പിൽ പോയി നിൽക്കത്തില്ല, ഒരിക്കലും ബാറിന്റെ മുമ്പിൽ പോയി നിൽക്കത്തില്ല, ഒരിക്കലും നിങ്ങൾ ഒരു ബീവറേജിന് മുമ്പിൽ പോയി നിൽക്കത്തില്ല, മറ്റ് അശ്ലീലമായ ജീവിത സാഹചര്യങ്ങൾ നടക്കുന്ന ഒരു സ്ഥലത്ത് നിങ്ങൾ പോകത്തില്ല. നിങ്ങളുടെ ഉള്ളിൽ വചനമുണ്ടെങ്കിൽ. വചനമില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ ഈ ലോകത്തിലേക്ക് പോകുന്നത്. അതാണ് യേശു പറഞ്ഞത്, ഒരുത്തൻ രാജ്യത്തിന്റെ വചനം കേട്ടിട്ടും ഗ്രഹിക്കാൻ ഞാൻ ദുഷ്ടം വന്ന് അവന്റെ ഹൃദയത്തിൽ ആമെ വിതയ്ക്കപ്പെട്ടത് എടുത്തു കളയുന്നു. ഹല്ലേലൂയ. പേരുകൊണ്ട് നമ്മൾ ക്രൈസ്തവനായതുകൊണ്ടോ നമ്മൾ ദിനംതോറും പള്ളിയിൽ പോയതുകൊണ്ടോ പള്ളിയുടെ കർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ടോ ഒന്നും നമുക്ക് നിത്യത്തിലെത്താൻ പറ്റത്തില്ല. വചനം നിന്റെ ഉള്ളിൽ വളരണം.
അല്ലേലേ. മദ്യപിച്ച് വെളിവ് കെട്ട് സുബോധം നഷ്ടപ്പെട്ട തലേ ദിവസം കുടിച്ച് കൂത്താടി നടത്തി രാവിലെ പള്ളി പോയി മുട്ടിമേ നിന്നത് കൊണ്ട് എന്താണ് സഹോദര പ്രയോജനം? അല്ലേലിയ. എന്നെ കേൾക്കുന്ന ഞാൻ സഹോദരിമാർ പറയട്ടെ, നീ നിന്റെ സഹോദരന്റെ ദൂഷണം പറഞ്ഞ് നിന്റെ സഹോദരന്റെ കുറ്റം വിധിച്ച് അവരെ അപവാദം പറഞ്ഞ് അവന്റെ സഭയ്ക്കകത്ത് കലക്കമുണ്ടാക്കുവാൻ അവരെ ഇടയനെ കൂടെ തെറ്റിക്കാൻ വേണ്ടിയിട്ട് നീ പല തന്ത്രങ്ങളും നുണകളൊക്കെ പറഞ്ഞിട്ട് നീ സഭയെ വന്ന് കൈയടിച്ച് പാട്ടുപാടി അന്യഭാഷ പറഞ്ഞതുകൊണ്ടും പ്രയോജനമില്ല. അല്ലേലിയ. വിശുദ്ധി നഷ്ടപ്പെട്ടാലും അന്യഭാഷയിൽ ആരാധിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയൊക്കെ ചെയ്യും. കാരണം പഠിച്ചത് പാടുമെന്നാണ് പറയുന്നത്. അല്ലേലിയ. അപ്പം വിശുദ്ധി നഷ്ടപ്പെട്ടാലും ചെയ്യും. കാരണം ശൗലിന്റെ അഭിഷേകം നഷ്ടപ്പെട്ടു. അല്ലേലിയ. പഴയ നിയമത്തിൽ ശൗലിന്റെ അഭിഷേകം നഷ്ടപ്പെട്ട് ശൗലാകപ്പോളെ ദൈവത്താൽ പ്രാപിച്ച അഭിഷേകത്തിൽ 2 വർഷത്തോളം നിൽക്കാൻ കഴിയുള്ളൂ. അത് കഴിഞ്ഞ് ശമൂവേല് അല്ലെങ്കിൽ പറഞ്ഞതനുസരിക്കാതെ ശമൂവേലിന്റെ അനുസരണത്തിന് കാണിച്ചു തന്നെ മേൽ അഭിഷേകം നഷ്ടപ്പെട്ടു. ആ അഭിഷേകമാണ് ദാവീദിന് കൊടുക്കുന്നത്. എങ്കിലും അഭിഷേകം നഷ്ടപ്പെട്ട ശൗൽ എന്ത് ചെയ്തു? ഹല്ലേലൂയ. 40 വർഷം ഇസ്രായേലിന്റെ രാജാവായിട്ട് അഭിനയിച്ചു. 40 വർഷം ഇസ്രായേലിന്റെ രാജാവായിട്ട് അഭിനയിച്ചു. ആ സമയത്ത് ദൈവം എന്ത് ചെയ്തു? രാജ്യത്തും ദാവീദിന് കൊടുത്തിട്ടുണ്ട്. ശമൂവേൽ ദാവീദിനെ അഭിഷേകിച്ചിട്ടുണ്ട്. അപ്പം ശൗലിന്റെ ഉള്ളിൽ പകർന്ന അഭിഷേകം, ദൈവവചനം, ആ ദൈവവചനമാകുന്ന വിത്ത് എന്ത് ചെയ്തു? ദുഷ്ടൻ വന്ന് എടുത്തു കളഞ്ഞു. അപ്പൊ അഭിഷേകമില്ലാത്തവൻ രാജ്യം ഭരിച്ചില്ലേ എന്ന് പറഞ്ഞ പോലെ എന്നെ കേൾക്കുന്ന പറയും, ദൈവദാസനെ പറയട്ടെ, എന്നെ കേൾക്കാൻ കൈസുള്ളവർ, നിന്റെ ഉള്ളിൽ വചനമില്ലെങ്കിലും നിന്റെ ഉള്ളിൽ വചനം നഷ്ടപ്പെട്ടാലും നീ പഠിച്ചത് പാട്ടും പഴയതുപോലെ തന്നെ നീ ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് നീ വിശ്വാസിയായിരിക്കണമെന്നില്ല, നീ ഭക്തനായിരിക്കണമെന്നില്ല. നിന്റെ ഉള്ളിൽ വിതച്ച വചനം നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ടാണ് നീ മാലിന്യങ്ങളിൽ വീണിരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് മാലിന്യങ്ങൾ വിട്ട് നിങ്ങൾ പുറത്തു വരണം. മാലിന്യങ്ങൾ വിട്ട് നിങ്ങൾ പുറത്തു വന്നിട്ട് കർത്താവായ യേശുക്രിസ്തുവിനെ അനുഗമിക്കണം. ഹല്ലേലൂയ. വചനം നിന്റെ ഉള്ളിൽ വിതച്ചത് ആ വചനത്തെ നീ സംഗ്രഹിച്ചുകൊണ്ട് ആ വചനം നിന്റെ ഉള്ളിൽ വളരുവാൻ നീ അവസരം കൊടുക്കുന്നെങ്കിൽ ആ വചനം വളർന്ന് വലുതാകും. നിന്റെ ആത്മജീവിതത്തിന് വളർച്ചയുണ്ടാകും. നിന്റെ ശുശ്രൂഷകൾക്ക് മാറ്റമുണ്ടാകും. നിന്റെ പ്രവർത്തികൾക്ക് മാറ്റമുണ്ടാകും. ചിന്തകൾക്ക് മാറ്റമുണ്ടാകും. നിന്നിലൂടെ ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങും. നീ ഫലം കൊടുക്കാൻ തുടങ്ങും. അത് കണ്ട് നിന്റെ മക്കൾ വളരും. ഹല്ലേലൂയ. നിന്റെ ഭാര്യ അത് കണ്ട് പഠിക്കും. നിന്റെ മാതൃകയാക്കും മറ്റുള്ളവർ. നീ അനേകർക്ക് സമാധാനം കൊടുക്കുന്നവനായി, സന്തോഷം കൊടുക്കുന്നവനായി, അനേകരെ പാപത്തിൽ നിന്ന് പിന്തിരിപ്പിച്ച് ദൈവത്തിലേക്ക് കൊണ്ടുവരുന്നതിനായി നിന്നെ ദൈവം വളർത്തും. കാരണം വചനം നീ സംഗ്രഹിച്ചാൽ, അതിൻ്റെ ഉള്ളിൽ വളർന്നാൽ. അല്ലെങ്കിൽ ഈ ലോകത്തിലുള്ള സകല ദുഃഖൂത്തുകൾക്ക് നീ ഇടപെട്ട് ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് വേണ്ടി, ഇവിടുത്തെ മതങ്ങൾക്ക് വേണ്ടി നീ പ്രയോജനപ്പെടും. അത് പിന്നെ തല്ലായി, വെട്ടായി, കുത്തായി, കൊലപാതക പ്രതികാരമായി പിന്നെ അവസാനം ജയിലിൽ ചെന്ന് കിടക്കാം, അല്ലെങ്കിൽ നരകത്തിൽ ചെന്ന് കിടക്കാം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നം, വചനം നമ്മുടെ ഉള്ളിൽ വളരണം. ഹല്ലേലൂയ. ഇവിടെ എന്നെ കേൾക്കുന്ന ദൈവവചനത്തിന് നിങ്ങളുടെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ട കർത്താവിന്റെ വചനം ആത്മാവും ജീവനുമായിരിക്കുന്നു. ഹല്ലേലൂയ. യോഹന്നാന്റെ വിഷയം നമ്മൾ 6:60 വായിക്കുന്നത്, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം ആത്മാവും ജീവനുമാകുന്നു. ഹല്ലേലൂയ. അത് ഞാൻ പറഞ്ഞത്, ആത്മാവും ജീവനുമായിരിക്കുന്ന വചനമാണ് നിങ്ങളുടെ ഹൃദയത്തിൽ വിതച്ചത്. ആ ഹൃദയത്തിൽ വിതച്ച വചനം എന്ത് ചെയ്യണം? ആ വിത്തുകളിന്റെ 30, 60, 100 മേനി ഫലം കൊടുക്കുന്നതാകണം. ഹല്ലേലൂയ. സാത്താൻ അവന് എടുത്ത് കളയാത്ത വിധം നിങ്ങൾക്കുള്ളിൽ ആ വചനം കാത്തു സൂക്ഷിക്കണം. വിശുദ്ധിയെ കാത്തു സൂക്ഷിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ക്രൈസ്തവ സമൂഹത്തിന് വിശുദ്ധി എന്നുള്ളത് എഴുത്ത് മാത്രമാണ്. ഹല്ലേലൂയ. പേപ്പറിൽ എഴുതുന്നതാണ്. നിങ്ങൾ എന്റെ ചീത്ത പറയും, എനിക്ക് ഒരു കുഴപ്പമില്ല. 100 ചീത്തയല്ല, 100,000 ചീത്ത വിളിച്ചാലും വിശുദ്ധി നഷ്ടപ്പെട്ടവൻ എന്തും പറയും. അല്ലേലൂയ. വിശുദ്ധി നഷ്ടപ്പെട്ടവൻ ഇതൊക്കെ കേൾക്കുമ്പോൾ അവൻ 100 അല്ല 100,000 ചീത്ത വിളിച്ചാലും എന്നെ സംബന്ധിച്ചൊരു പ്രശ്നമില്ല. ഞാനിത് പണ്ടൊക്കെ ആവർത്തിച്ചുള്ളതാണ്. അല്ലേ, ഇപ്പം പറയില്ല. അല്ലേലൂയ. ഇപ്പൊ എന്റെ ഉള്ളിൽ വിതച്ച വചനത്തെ ഞാൻ സംഗ്രഹിച്ചുകൊണ്ട് ആ വചനം എന്റെ ഉള്ളിൽ വളരുന്നത് കൊണ്ട് 30, 60, 100 മേനിക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുക. ഓരോ ദിവസവും വളർച്ച പ്രാപിക്കും. അതുകൊണ്ട് നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ മിണ്ടത്തില്ല, രക്തം ചെയ്യും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുന്ന, നിന്റെ ഉള്ളിൽ വിതയ്ക്കപ്പെട്ട വചനമുണ്ടോ? ഹല്ലേലൂയ. പലരും വേഷഭൂഷാദികൾ അണിഞ്ഞ് സഭയ്ക്കകത്ത് വന്നിരുന്ന ഭയങ്കര അന്യഭാഷയൊക്കെ പറയും. പക്ഷെ വിശുദ്ധിയില്ല. വിശുദ്ധി നഷ്ടപ്പെട്ടു. സഭയ്ക്ക് ഭവനത്തിലെ വിശുദ്ധി നഷ്ടപ്പെട്ടു. ജീവിതത്തിലെ വിശുദ്ധി നഷ്ടപ്പെട്ടു. തലമുറയുടെ വിശുദ്ധി നഷ്ടപ്പെട്ടു. ഇടയന്മാരുടെ വിശുദ്ധി നഷ്ടപ്പെട്ടു. കള്ളനായിരിക്കുന്ന സാത്താൻ മനുഷ്യ ഹൃദയത്തിനകത്ത് പ്രവേശിച്ചിട്ട് അവന്റെ ഉപദേശം നമുക്ക് നൽകി തന്നു കഴിഞ്ഞപ്പോൾ വചനം നമ്മളിൽ നഷ്ടപ്പെട്ടു. വചനം മുള്ളു ഞെരുക്കി കളയുന്നത് പോലെ ഞെരുക്കി കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. മടങ്ങിവരവ് ആവശ്യമാണ്.
എന്നെ കേൾക്കുന്ന സഹോദരി, നിന്റെ ഉള്ളിൽ വചനമാകുന്ന വിത്ത് വിളയുന്നുണ്ടോ, വളരുന്നുണ്ടോ? എന്നെ കേൾക്കുന്ന സഹോദര, മാതാപിതാക്കളോട് ചോദിക്കട്ടെ, വചനം നിന്റെ ഉള്ളിൽ വളരുന്നുണ്ടോ? അല്ലേലിയ. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടില്ലേ, അല്ലെങ്കിൽ ഒരു സഭയ്ക്കകത്ത് ശക്തമായ ആരാധന നടക്കുക. അവിടെ ആരാധന നടക്കുമ്പോൾ കർത്തൃമേശയൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. കർത്തൃമേശയൊക്കെ വെച്ചിട്ടുണ്ട്. ഭയങ്കര പാട്ടുപാടി ആരാധന നടക്കുക. പാട്ടുപാടി ആരാധന നടക്കുമ്പോൾ ഒരു മനുഷ്യൻ, വചനം ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ട ഒരു മനുഷ്യൻ, ആ വചന ഹൃദയത്തിൽ സംഗ്രഹിക്കാതെ വന്നപ്പോൾ ദുഷ്ടൻ ആ മനുഷ്യൻ്റെ ഉള്ളിൽ കയറി, പിശാച് കയറിയിട്ട് ആ മനുഷ്യൻ സഭയ്ക്കകത്ത് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുക. സഭയ്ക്കകത്ത് കർത്തൃമേശയുണ്ട്, ആരാധന നടക്കുന്നു, പാട്ടുകൾ പാടുന്നു. അപ്പോൾ സാത്താൻ കയറിയിട്ട് ഒരു മനുഷ്യൻ, പിശാച് കയറിയിട്ട് ഒരു മനുഷ്യൻ, സഭയ്ക്കകത്ത് ഭയങ്കര പ്രശ്നമാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ എന്തോന്നു അദ്ദേഹത്തെ പിടിക്കുന്നുണ്ട്, മക്കളാണോ എന്നുള്ളത് പിടിക്കും. സഭയിലെ വിശ്വാസികൾ പിടിക്കുന്നുണ്ട്. അദ്ദേഹം അവൻ കുതറി നടക്കുക. പിശാച് കയറിയ പിന്നെ അങ്ങ് കുതറി നടക്കും. പിശാച് കയറിയ പിന്നെ അവൻ എന്തൊക്കെയാ കാണിക്കുന്നു പറയാൻ പറ്റത്തില്ല. കണ്ടില്ലേ, വിശുദ്ധി സഭയ്ക്ക് നഷ്ടപ്പെട്ടു പോയി. വിശുദ്ധി സഭയ്ക്ക് നഷ്ടപ്പെട്ടു. വിശുദ്ധി മനുഷ്യൻ നഷ്ടപ്പെട്ടു. വിശ്വാസിയുടെ വിശുദ്ധി നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ സാത്താൻ അവന്റെ ഉള്ളിൽ കയറി. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, കള്ളൻ വരുന്നത് മോഷ്ടിപ്പാനും മറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. ആ മനുഷ്യന്റെ ഉള്ളിൽ കള്ളൻ കയറി, അവനെ മോഷ്ടിച്ചു. അവന്റെ ഉള്ളിലെ വചനം മോഷ്ടിച്ചു. അവനെ അറുത്തു മുടിച്ചു. ലേരിയ. അവൻ സഭയ്ക്കകത്ത് കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടുക. അങ്ങനെയുള്ള ഒരുപാട് പേര് സഭയ്ക്കകത്തുണ്ട്. ഇവിടെ കഴിഞ്ഞ കാലങ്ങളിൽ നമുക്കറിയുന്ന ഒരു വലിയ പെന്തക്കോസ്ത് പ്രസ്ഥാനത്തിനകത്ത് ദീർഘനാളുകൾ ശുശ്രൂഷ ചെയ്ത് സഭയുടെ അനുഭവങ്ങളൊക്കെ അനുഭവിച്ച് സഭയുടെ നന്മകൾ ഒരുപാട് പ്രാപിച്ച് സഭയുടെ ഉന്നതമായ സ്ഥാനങ്ങൾക്കകത്ത് നിന്ന് സഭയുടെ നല്ല ശുശ്രൂഷകനായിരുന്നു. പക്ഷേ എന്താണ് ചെയ്തത്? അദ്ദേഹത്തിന്റെ ഉള്ളിൽ വിതയ്ക്കപ്പെട്ട വചനം വർഷങ്ങൾ കഴിഞ്ഞപ്പോഴത്തേനെ സാത്താൻ എടുത്തു മാറ്റി. അദ്ദേഹം നിന്ന പ്രസ്ഥാനത്തോട് കൂറു പുലർത്താതെ, അദ്ദേഹം എന്ന പ്രസ്ഥാനത്തോട് അല്ലെങ്കിൽ സ്നേഹം കാണിക്കുക, സന്തോഷം കാണിക്കാതെ പ്രസ്ഥാനത്തിനെതിരെ തലതിരിഞ്ഞു. അദ്ദേഹം പ്രസ്ഥാനത്തോട് വെല്ലുവിളിക്കാൻ തുടങ്ങി, മത്സരിക്കാൻ തുടങ്ങി, നേതൃത്വ നിരയോട് വെല്ലുവിളിക്കാൻ തുടങ്ങി. പ്രസ്ഥാനത്തിലെ അപവാദമായി വീഡിയോകളും പ്രചരണങ്ങളും നടത്താൻ തുടങ്ങി. ഇപ്പൊ അദ്ദേഹം സഭയ്ക്ക് പുറത്താണ്. സാത്താൻ കയറിയതാണ്. അദ്ദേഹത്തിന് നല്ല നിർദ്ദേശങ്ങൾ നേതൃത്വം കൊടുത്തെങ്കിലും അത് അംഗീകരിച്ചില്ല. സ്വന്തം ഇഷ്ടം. ഒറ്റ പുരാണം, ഒറ്റയാൻ മത്സരം പോലെ മത്സരിച്ച് ഇപ്പൊ എന്ത് ചെയ്തു? പിശാച് പുറത്തായി. സാത്താൻ പുറത്തായി, അയാൾ പുറത്തായി. അല്ലേ? നമ്മൾ സൂക്ഷിക്കണം, നമ്മുടെ വിശുദ്ധിയെ നഷ്ടപ്പെടുത്തി കളയരുത്. നിങ്ങൾ ആ വാർത്തയെ കണ്ടതുകൊണ്ട് ഞാനത് പറയാം. നിങ്ങളത് ഗ്രഹിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞത്. കാരണം നമുക്ക് തന്നിരിക്കുന്ന ഒരു വിശ്വാസമുണ്ടല്ലോ, നമുക്ക് തന്നൊരു സന്തോഷമുണ്ട്, നമുക്കൊരു വിശുദ്ധി ഉണ്ടല്ലോ, അതിനെ കള്ളൻ എടുത്തുകൊണ്ട് പോകരുത്. നമുക്കൊരു കൂട്ടായ്മ തന്നിട്ടുണ്ട്. ആ കൂട്ടായ്മയ്ക്കകത്ത് നമ്മൾ വിശുദ്ധിയോടെ നിൽക്കണം. നേതൃത്വത്തെ നമ്മൾ അംഗീകരിക്കണം. അവർക്ക് കീഴ്പ്പെടണം. അവരുടെ തെറ്റുകുറ്റങ്ങൾ കണ്ടുപിടിച്ച് അവരെ വിമർശിച്ച് അവരുടെ കുറവുകൾ കണ്ട് അത് ദേശത്തോട് പറഞ്ഞു പരത്തി നേതൃത്വത്തെ സഭയ്ക്കെതിരെ മത്സരിക്കാനല്ല ദൈവം നമ്മെ വിളിച്ചത്. അല്ലേ? തെറ്റുകുറ്റങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ട് സഹോദര. ആർക്കും തെറ്റുകുറ്റങ്ങളില്ലാത്തവരെല്ലാവരും തെറ്റുകുറ്റങ്ങളുള്ളവരാ. പക്ഷെ നീ ഒരു സഭയ്ക്കകത്ത് നിൽക്കുമ്പോൾ നീ മറ്റൊരാളെ വിമർശിച്ച് നീ സഭയ്ക്ക് നേരെ പൊരുതരുത്. കാരണം നിന്റെ ഉള്ളിൽ പ്രതികാരം വരുന്നത് സാത്താനാ കൊണ്ടുവരുന്നത്. കള്ളൻ നിന്നെ മോഷ്ടിച്ചില്ലേ? സഭയ്ക്കകത്ത് ആത്മീയമായി ജീവിച്ച നിന്നെ, സഭയ്ക്കകത്ത് ആത്മീയവിശുദ്ധി നിന്നെ മോഷ്ടിച്ചില്ലേ? ആ സഭയ്ക്കകത്ത് അടിയുണ്ടായി, കലഹമുണ്ടായി, സഭയ്ക്കകത്തുനിന്ന് ആ സഹോദരൻ പിന്നെ വീട്ടിൽ ചെന്നിട്ട് പിന്നെ പറയും, നാളെ നമുക്ക് ആ സഭയിൽ പോകണ്ട. അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും ഒക്കെ അദ്ദേഹത്തോട് ചേർന്ന് എല്ലാവരും കൂടി സാത്താൻ കയറി. അല്ലേരി. ഒരുപക്ഷെ പിന്നെ ആ മനുഷ്യൻ പിന്മാറ്റക്കാരനെയും മാറും. അല്ലേരിയ. നമ്മളങ്ങനെയൊന്നും വരരുത് കേട്ടോ. നമുക്ക് തന്നിരിക്കുന്ന ഒരു സന്തോഷമുണ്ട്, നമുക്ക് തന്നൊരു സ്നേഹമുണ്ട്. നമ്മുടെ ഉള്ളിൽ യേശു പകർന്നു തന്ന വചനം, കർത്താവായ യേശു ക്രിസ്തുവിന്റെ വചനം നമ്മുടെ ഉള്ളിൽ വിതയ്ക്കപ്പെട്ടത്, അത് നമ്മൾ തകർത്ത് കളയരുത്. ഈ ലോകത്തിന്റെ മാലിന്യങ്ങൾക്ക് വേണ്ടി ഇവിടുത്തെ ജടികമായ സുഖങ്ങൾക്ക് വേണ്ടി, ഇവിടുത്തെ ലൗകികമായ സുഖങ്ങൾക്ക് വേണ്ടി, ഇവിടുത്തെ ദ്രവ്യാങ്കങ്ങൾക്ക് വേണ്ടി, ഇവിടുത്തെ ഭൗതികമായ നന്മകൾക്ക് വേണ്ടി, പണ്ടുള്ള പഴമക്കാരോട് മണ്ണിനും പെണ്ണിനും പൊന്നിനും വേണ്ടിയിട്ട് നിന്നെ നീ തകർത്ത് കളയരുത്. അല്ലേ? ഇന്നത്തെ ആത്മജീവിതം മണ്ണിനും പെണ്ണിനും പൊന്നിനും വേണ്ടി തകർത്ത് കളഞ്ഞു. പിശാച് കള്ളൻ വന്നിട്ട് വിശുദ്ധി ഇന്നവനെ തകർത്തും മണ്ണിനും പെണ്ണിനും പൊന്നിനും വേണ്ടി വേർതിരിച്ചു. അവർ ദൈവസഭയുടെ വിശുദ്ധി നഷ്ടപ്പെട്ട് ഇന്ന് സാത്താന്റെ കൈകളിൽ പണിയപ്പെടുകയാണ്. അല്ലേരിയ. അങ്ങനെ സമാധാനമില്ലാത്ത, സന്തോഷമില്ലാത്ത അനേക കുടുംബങ്ങൾ, സഭകൾ, ദൈവദാസന്മാർ, ക്രൈസ്തവ സമൂഹം
ഞാൻ മറ്റാരും പറഞ്ഞ ക്രൈസ്തവ സമയം ഞാനൊരു ക്രൈസ്തവനായിരുന്നു. ഒരു ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട് അതിൻ്റെ അനുഭവങ്ങളൊന്നുമില്ലാതെ ദുഷ്ടൻ എന്നെ നടത്തിക്കൊണ്ടിരുന്ന സ്ഥാനത്തുനിന്ന് കർത്താവിനെ വിളിച്ച് വേർതിരിച്ച് വചനമാകുന്ന വിത്ത് എൻ്റെ ഉള്ളിൽ വിതച്ച വചനം വളർന്നപ്പോഴാണ് സത്യം ബോധ്യമായത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നതാണ്, സഭയുടെ വിശുദ്ധി നഷ്ടപ്പെട്ടു, വിശ്വാസിയുടെ വിശുദ്ധി നഷ്ടപ്പെട്ടു, ഹല്ലേലൂയ, ശുശ്രൂഷകന്മാരുടെ വിശുദ്ധി നഷ്ടപ്പെട്ടു, ക്രൈസ്തവ സമൂഹത്തിന്റെ വിശുദ്ധി നഷ്ടപ്പെട്ടത് കൊണ്ടാണല്ലോ കള്ളുഷാപ്പിന് മുമ്പിൽ പോയി നിൽക്കുന്നത്. കഴിഞ്ഞ ഞാനൊരു വിശ്വാസിയെ ക്രൈസ്തവ വിശ്വാസിയെ കണ്ടപ്പോൾ ഞാനുമായിട്ട് എപ്പോഴും സംസാരിക്കും. പറയുമ്പോൾ ഞങ്ങൾ ഈ ആത്മീയ കാര്യങ്ങളെ പറയാം. പുള്ളി ഞാനും രണ്ട് വിശ്വാസത്തിലാണ്. പുള്ളി എന്നെ കാണുമ്പോൾ താല്പര്യം നിർത്തി വണ്ടി നിർത്തിയിട്ടുണ്ട് സംസാരിക്കും. അപ്പം ഞാൻ സംസാരിക്കും. പുള്ളി പറഞ്ഞ് എൻ്റെ ഞാനും പാസ്റ്ററെ പോലെയൊക്കെ ഒരു വൈദികനാകണമെന്ന് തീരുമാനിച്ചതാണ്. പക്ഷെ എനിക്ക് കഴിഞ്ഞില്ല. ഞാൻ ചെയ്തു പറ്റി. ഞാൻ അതിനുവേണ്ടി ഒരുങ്ങി തയ്യാറെടുത്തുകൊണ്ട് ഇതിപ്പം ഞങ്ങളുടെ പുരോഹിതൻ മദ്യപിക്കുന്നത് കണ്ടു. അല്ലേ, ഞാൻ പറഞ്ഞത് സർവ്വസാധാരണമാണല്ലോ, സർവ്വസാധാരണമാണ്. ഈ കഴിഞ്ഞ ദിവസം ഒരു പെന്തക്കോസിന്റെ ഒരു വലിയ നേതാവെന്ന് പറയുന്നത് മറ്റേതൊരു രാജ്യത്തുള്ള പെന്തക്കോസിന്റെ വലിയൊരു നേതാവ് ഭയങ്കര പ്രസംഗത്തിനകത്ത് പറയുക, വിശ്വാസികൾക്ക് മദ്യപിക്കുന്നതിന്റെ കുഴപ്പമില്ലെന്ന്. അല്ലേ, വിശ്വാസികൾ മദ്യപിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലെന്ന് പറഞ്ഞ് വലിയ സ്റ്റേജ് പ്രകടനം നടത്തുന്ന ഒരു പാസ്റ്ററെ നിങ്ങൾ കണ്ടില്ലേ? അദ്ദേഹത്തിന്റെ കൈ കീഴിൽ പോയി കൈവെപ്പ് മേടിച്ച് വന്നിട്ടുള്ളത് നമ്മുടെ കൊല്ലത്തൊക്കെ ഉണ്ട്, കൊല്ലത്തും കൊട്ടാരക്കരയൊക്കെ ഉണ്ട്. അദ്ദേഹത്തിന്റെ കൈ കീഴിൽ പോയി കൈവെപ്പ് മേടിച്ച് കൈവെപ്പ് അനുഗ്രഹം പ്രാപിച്ചിട്ട് ഇവിടെ വന്ന് മദ്യപിക്കുന്ന വലിയ കുഴപ്പമില്ലെന്ന് പറയുന്നവരൊക്കെ നമ്മുടെ കേരളത്തിൽ പെന്തക്കോസ്തിനകത്തുണ്ട്. പെന്തക്കോസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരുപാട് വിഭാഗങ്ങളുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം. ഈ എല്ലാവരും പെന്തക്കോസുകാരായിട്ട് നിങ്ങൾ കാണരുത്. പെന്തക്കോസിനകത്ത് കർത്താവായ യേശു ക്രിസ്തു അല്ലെങ്കിൽ നൽകിയ വചനത്താൽ ജീവിക്കുന്നവരുണ്ട്, വേർപാട് വിശുദ്ധരും ജീവിക്കുന്നവരുണ്ട്, സത്യത്തെ വിട്ട് വഴി മാറിപ്പോകാത്തവരുണ്ട്, സത്യത്തിന് വേണ്ടി നിൽക്കുന്നവരുണ്ട്. ഇതൊന്നുമില്ലാതെ പെന്തക്കോസിന്റെ ലേബലിൽ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. പെന്തക്കോസിന്റെ ലേബലിൽ നിന്നുകൊണ്ട് സുവിശേഷത്തെ ഒരു ബിസിനസ് ആക്കി മാറ്റി അതുകൊണ്ട് പണം ഉണ്ടാക്കുന്ന അനവധി ആളുകളുണ്ട്. കള്ളൻ വരുന്നത് മോഷ്ടിപ്പാനും വെറുപ്പാനും മുടിപ്പാനും വന്ന് അനേകരുടെ ഉള്ളിൽ കയറിയിട്ട് ഇതുപോലെയുള്ള കള്ളന്മാർ രാജന്മാർ പ്രസംഗിക്കുന്ന വിശ്വാസികളെ ഇപ്പം മദ്യപിച്ചാലേ കുഴപ്പമില്ല. അങ്ങനെയുള്ളവന്റെ കൈക്കീഴിൽ നിന്ന് നീ പോകരുത്. നിനക്ക് ദൈവം ഒരിക്കലും നിത്യതയെ നീ നഷ്ടപ്പെടുത്തി കളയരുത്. ദൈവരാജ്യത്തെ നഷ്ടപ്പെടുത്തി കളയരുത്. രക്ഷിക്കപ്പെട്ട് വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു ക്രിസ്തുവിനെ അറിഞ്ഞ ക്രിസ്തുവിന്റെ വചനം നിന്റെ ഹൃദയത്തിൽ വന്നു കഴിയും. വചനമാകുന്ന വിത്ത് നിന്റെ ഹൃദയത്തിൽ വീണ് കഴിഞ്ഞ പിന്നെ നീ മദ്യപാനത്തിന്റെ ചൂണ്ടനക്കരുത്, നാവ് തുടരുത്, മദ്യം നിന്റെ കൈകൊണ്ട് തുടരുത്, ഒരു പുകയിലെ ഉൽപ്പന്നങ്ങൾ നീ എടുക്കരുത്, ഒരു അല്ലെങ്കിൽ പന്മസാലകളും വെറ്റുകളും നീ തുടരുത്. അല്ലേറിയ അശുദ്ധിയായതൊന്നും നീ പിന്നെ തുടരുത്, അതിനെ നീ വലിച്ചെറിയണം. ഒരു വിശുദ്ധനും മാത്രമേ കഴിയുള്ളൂ കേട്ടോ. വിശുദ്ധനും അശുദ്ധനും കൂടെ ഒന്നിച്ച കളയും അല്ലെങ്കിൽ പതിരും അല്ലെങ്കിൽ നെല്ലും കളയും കൂടെ വളരുന്ന പോലെ. അല്ലേ, അതുകൊണ്ട് വിശുദ്ധി ജീവിക്കുക. അതുകൊണ്ടാണ് സഭയ്ക്കകത്ത് വിശുദ്ധി നഷ്ടപ്പെടുത്തു. അല്ലേ, അപ്പൊ നിങ്ങളുടെ ഉള്ളിലെ വിശുദ്ധിയെ കാത്തു സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കുള്ളതാണ്. അല്ലേ, നിങ്ങളുടെ ഉള്ളിലെ വിശുദ്ധിയെ നിങ്ങൾ കാത്തു സൂക്ഷിക്കണം. അല്ലേ, അപ്പൊ ഇവിടെ ഗലാത്യ ലേഖനം വായിക്കുമ്പോൾ കാണുന്ന വെറുക്കൂത്ത് എന്ന് പറയുന്ന അലിയ എന്നിവ ഒഴിവാക്കണം. വെറുക്കൂത്ത് ഗലാത്യ ലേഖനം 5:20 അടുത്ത ദിവസങ്ങളെ ഭാഗം വരും. അപ്പൊ ഈ വെറുക്കൂത്ത് എന്നൊക്കെ പറയുന്നത് ഈ ലോകത്തിന്റെ എല്ലാം ചീഞ്ഞതുകൊണ്ട് അതിനകത്ത് ചില പെന്തക്കോസ് ഭവനത്തിൽ ചെന്ന് കഴിഞ്ഞാൽ പെന്തക്കോസുകാർ TV ഓൺ ചെയ്ത് വെച്ച് സിനിമ കണ്ട്, സീരിയൽ കണ്ട്, റിയാലിറ്റി ഷോ കണ്ട്, കോമഡിയൊക്കെ കണ്ടിരിക്കുന്നത് കാണാം. ദൈവദാസന്മാർ ചെയ്തതുകൊണ്ട് പെട്ടെന്ന് റിമോട്ട് എടുത്ത് TV സിനിമ ഓഫ് ചെയ്യും, കോമഡി ഓഫ് ചെയ്യും, റിയാലിറ്റി ഷോ ഓഫ് ചെയ്തിട്ട്, സീരിയൽ ഓഫ് ചെയ്തിട്ട് പെട്ടെന്ന് തലേ തുണി എടുത്തിട്ട് നിൽക്കുന്ന ചില സഹോദരിമാരെ എന്ന് പറഞ്ഞാൽ ദേവദാസൻ വീട്ടിൽ ചെല്ലുമ്പോൾ ഭയങ്കര വിശുദ്ധിയാണ്, ഭയങ്കര ഭക്തിയാണ്. ദൈവദാസനെ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ കള്ളൻ വീട്ടിൽ കയറി അവൻ മോഷ്ടിപ്പാനും ആർപ്പാനും മുടിപ്പാനും തുടങ്ങി എല്ലാ കോമാളി വേഷങ്ങൾ. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ ഈ ലോകത്തിന്റെ മാലിന്യമാക്കുന്ന അശുദ്ധി അയക്കുന്ന സിനിമ കാണരുത്, സീരിയൽ കാണരുത്, റിയാലിറ്റി ഷോ കോമഡി കാണരുത്. ഈ കോമഡിക്കാര് സീരിയൽ ഇറക്കണ്ട്. ദൈവത്തിന്റെ പരിശുദ്ധന്മാരെ ദുഃഖിപ്പിക്കുന്ന വിധത്തിൽ ദൈവദാസന്മാർക്ക് പെന്തക്കോസ്ത് നാളിൽ ദൈവം കൊടുത്ത അന്യഭാഷയെ അവർ കാണാതെ പിടിച്ച് കോപ്പിയടിച്ചിട്ട് അവർ അന്യഭാഷയിൽ ആരാധിക്കുകയും അന്യഭാഷയിൽ ദൈവത്തെ കളിയാക്കുകയും ബൈബിളെടുത്ത് ദൈവദാസന്മാർ പ്രസംഗിക്കുകയും അല്ലേലൂയ സ്തോത്രമൊക്കെ പറഞ്ഞ് ഭൂതങ്ങളെ പുറത്താക്കുകയും ഒക്കെ ചെയ്ത് കാപട്യത്തിലൂടെ പണം ഉണ്ടാക്കുന്ന സീരിയല് കോമഡിയിലൊക്കെ അനവധി സിനിമയിലൊക്കെ അനവധി ആളുകൾ കാണിച്ചത് നിങ്ങൾ കണ്ടില്ലേ?
ആ കോപ്രായ ആ വെറുക്കൂത്ത് കാണാൻ വേണ്ടി വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ നിൽക്കരുത്. അങ്ങനെ ചെയ്തിട്ടുള്ളവരൊക്കെ ഈ ഭൂമിയിൽ നിന്ന് മൺമറഞ്ഞു പോയി. ഒരുപാട് പേര് മൺമറഞ്ഞു, ഒരുപാട് പേര് മന്ദബുദ്ധികളായി മാറി, ഒരുപാട് പേര് അപകടത്തിൽ പെട്ട് കിടക്കുന്നു. ഇനി കുറെ എണ്ണം കൂടെ അതേ പാതയിൽ വരും. പരിശുദ്ധന്മാരെ ദുഃഖിപ്പിക്കരുത്. അല്ലേ? അതുകൊണ്ട് വീണ്ടെടുക്കപ്പെട്ട മക്കൾ, യഥാർത്ഥത്തിൽ ഒരു ദൈവദാസൻ, വചനമാകുന്ന വിത്തുള്ളിൽ സംഗ്രഹിച്ച ഒരു ദൈവ പൈതൽ, ഒരു വിശുദ്ധൻ ഈ ലോകത്തിന്റെ കോമാളിത്തമായിരിക്കുന്ന വെറുക്കൂത്തെന്ന് പറയുന്ന അത് കാണാൻ വേണ്ടി നിന്റെ മുമ്പിലെ ടിവിയുടെ മുമ്പിൽ നീ സമയം ചെലവഴിക്കരുത്. അല്ലേ? അതെല്ലാം വെറുക്കുത്ത പാപമാണ്. അല്ലേ? ഇതൊക്കെ പറയുമ്പം എല്ലാവരും ചീത്ത പറയും. എന്താ ചീത്തയൊക്കെ പറയും? ഇതൊക്കെ നമുക്ക് പറയാൻ അറിയാത്തതാണോ? നമുക്കിതൊക്കെ പറയാൻ അറിയും. പിന്നെ ഞങ്ങൾ അത് വിട്ട് കളഞ്ഞതാ. എന്താ? വചനമാകുന്ന വിത്ത് വന്നപ്പോൾ ഞങ്ങളുടെ ഇവിടെ ചീത്ത സ്വഭാവം പോയി. അല്ലേ? വചനമാകുന്ന വിത്ത് നിന്റെ ഉള്ളിൽ വരുമ്പോൾ നിന്റെ ഉള്ളിലെ സകല മോഹങ്ങളും സകല ചീത്ത സ്വഭാവങ്ങളും പുറത്തു പോകും. അല്ലേരിയ. വചനമില്ലാത്തത് കൊണ്ടാണ് നീ മത്സരിക്കുന്നത്. അമ്മായിയമ്മ മരുമോളോട്, മരുമോൾ അമ്മായിയമ്മയോട്, അപ്പനും മക്കളും മരുമക്കളും കൊച്ചുമക്കളും അയൽവാസികളും സുഹൃത്തുക്കളും പേരക്കിടാക്കളും, അല്ലേരിയ. സഭയും സമൂഹവും എല്ലാം തമ്മിൽ മത്സരിക്കുന്നത് എന്താണ്? വചനമാകുന്ന വിത്ത് നിന്റെ ഉള്ളില്ലാതെ വന്നപ്പോൾ കള്ളൻ നിന്റെ ഉള്ളിൽ പ്രവേശിച്ചു. അവൻ വന്ന് നിന്നെ മുട്ടിച്ചു, നിന്നെ അറുത്തും മുടിച്ചു. അല്ലേരിയ. അത് മടങ്ങി വരെ ആവശ്യമാണ്. നമ്മുടെ യേശു വരാൻ സമയമായി. കർത്താവ് യേശു ക്രിസ്തു തന്റെ വിശുദ്ധ സഭയെ, മണവാട്ടി സഭയെ ചേർക്കാൻ മധ്യാകാശത്തിൽ വരാൻ സമയം, കാഹളം ധരിക്കുന്ന സമയമായി. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, എന്നെ കേൾക്കുന്ന സഹോദര, നീ മാനസാന്തരപ്പെട്ട് മടങ്ങി വാ. ഇത് ക്രൈസ്തവർ മാത്രം, ലോകമുള്ള സകല ജനത്തോടും കൂടെ പറയുന്നതായി. ലോകത്തിൽ 7 വൻകരകളിലായി 7 ഭൂഖണ്ഡങ്ങളായി 800 കോടിയിലധികം ജനങ്ങളും തലമുറകളും എണ്ണത്തിൽപ്പെടാത്ത വിവിധ ഭാഷകളിൽ, ചില വായനകളും 7093 ഭാഷ സംസാരിക്കുന്ന പറയുന്നേ. അങ്ങനെയുള്ള എല്ലാവരും മാനസാന്തരപ്പെട്ട് മടങ്ങി വന്ന് വചനമാകുന്ന വിത്ത് ഹൃദയത്തിൽ സംഭരിച്ചു. വചനമാകുന്ന ആ വിത്ത് ഹൃദയത്തിൽ വളർന്ന് 30, 60, 100 പേരെയും വളർച്ച പ്രാപിക്കണം. ഫലമുണ്ടായി. എല്ലാം വേർക്കൂത്തും വിട്ട് മടങ്ങി വരണം. അല്ലേ? അപ്പൊ നിങ്ങളെല്ലാം വേർക്കൂത്തും വിട്ട് മടങ്ങി വരണം. നിങ്ങൾ ഒരു പേപ്പറും പേന എടുത്ത് വെക്കണം. രാവിലെ ഒരു പേപ്പറും പേന എടുത്ത് വെച്ചിട്ട് നിങ്ങൾ എഴുതണം, എൻ്റെ ഉള്ളിൽ വെറുക്കൂത്ത് ഏതൊക്കെയാണെന്ന്. നിങ്ങളുടെ ഉള്ളിൽ വെറുക്കൂത്ത് ഏതൊക്കെയാണ് നിങ്ങൾ എഴുതി വെക്കണം. പ്രഭാതം തൊട്ട് നിന്റെ കയ്യിലിരിക്കുന്ന മൊബൈലിനകത്ത് അനവധി വെറുക്കൂത്തുകളുണ്ട്. അല്ലേരിയ. അശ്ലീലമായതുകൊണ്ട്. അല്ലേരിയ. ഒരുപാട് മോശപ്പെട്ട കാര്യങ്ങൾ നിന്റെ മൊബൈലിനകത്തുണ്ട്. വെറുക്കൂത്ത്. നിന്റെ യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ അല്ലേരിയ, അതിനകത്ത് മുഴുവൻ വെറുക്കൂത്താണ്. അല്ലേരിയ. നമ്മുടെ ഇന്നത്തെ കുഞ്ഞു കുട്ടികൾക്ക് അല്ലെങ്കിൽ യൂട്യൂബ് എന്ന് പറയാൻ പോലും വരുന്നത്. കഴിഞ്ഞ ദിവസം കൊച്ചു യൂട്യൂബ് എന്ന് പറഞ്ഞു കേട്ടോ. യൂട്യൂബ് അല്ലെങ്കിൽ കാരണം പറയാതെ കൊച്ചു കുഞ്ഞല്ലേ, അതിനത്രേ അറിയത്തുള്ളൂ. കാരണം അതിൻ്റെ കയ്യിലും അത് കൊടുത്തിട്ട് അത് യൂട്യൂബ് എന്ന് കുറച്ചു നേരം പഠിക്കും. പക്ഷേ അതിപ്പോഴും അതിൻ്റെ ആ ട്യൂണ് കിട്ടുന്നുണ്ടെന്നുള്ളതാണ്. അല്ലേ? കാരണം യൂട്യൂബ് എന്ന് പറയാൻ കഴിയാത്ത യൂട്യൂബെന്നും അല്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥന യൂട്യൂബ് എന്നാണ് കൊച്ചു പറഞ്ഞത്. അതിന് 1 വയസ്സൊക്കെ 1.5 വയസ്സൊക്കെ ഉള്ളെന്ന് തോന്നുന്നു. കാരണം അതിൻ്റെ ഉള്ളിൽ സാത്താൻ മോഹം ഇട്ടു കൊടുത്തു. ലലിയ. ആഗ്രഹങ്ങളെ, യൂട്യൂബിനെ കുറിച്ചുള്ള ആ മോഹങ്ങൾ ആ കള്ളൻ വന്ന് ആ കൊച്ചിന്റെ ഹൃദയത്തിൽ ഇട്ട് കൊടുത്തു. സാത്താൻ വന്നിട്ട് ആ കുഞ്ഞിനെ മോഷ്ടിച്ചു. ആ കുഞ്ഞിനെ മോഷ്ടിച്ച് അകത്ത് മുടിച്ചു. അതുകൊണ്ടാണ് ഇന്ന് ആ കുഞ്ഞ് യൂട്യൂബ് എന്ന് പറഞ്ഞ് നടക്കുന്നത്. അല്ലേരിയ. ഇതൊക്കെ നമുക്ക് ആവശ്യമാണ്. ഞാനൊക്കെ ഈ പ്രസംഗിക്കുന്ന യൂട്യൂബിലേക്ക് കയറ്റിയിടുന്നുണ്ട്. പക്ഷെ നമുക്ക് അത് മാത്രമേ നമ്മൾ ഉപയോഗിക്കാവുള്ളൂ. ഒരു ആത്മീയമായി ഇത് നീ കണ്ടു, ഒരു കുഴപ്പമില്ല. ഒരു ദൈവദാസൻ, ഒരു ദൈവസഭ, ഇന്ന് ക്രൈസ്തവ ലോകത്തിൽ അനവധി ചാനലുകളുണ്ട്. അതൊക്കെ നിങ്ങൾ കാണണം. അതൊക്കെ നിങ്ങൾ കേൾക്കുകയും വായിക്കുകയും. ഇപ്പം ഞാൻ ഈ ശാനവുമൊക്കെ കാണാറുണ്ട്. ചില പള്ളിക്കാർ അച്ഛന്മാരൊക്കെ ചെയ്യുന്നതല്ലേ. അതുകൊണ്ട് ഞാൻ ചില പള്ളിയിലെ വികാരിമാരൊക്കെ സംസാരിക്കുന്ന വചനങ്ങളൊക്കെ നല്ലതുകൊണ്ട് ചിലപ്പോൾ ശ്രദ്ധിക്കുക. അത് നമ്മൾ യൂട്യൂബിനകത്ത് അങ്ങനെയുള്ളതൊക്കെ കാണുന്നത് കുഴപ്പമില്ല. പക്ഷേ അശ്ലീലമായതിനെ നമ്മൾ കാണരുത്. അശ്ലീലമായതിനെ കാണരുത്. നിന്നെ തകർക്കുന്ന, നിന്നെ നശിപ്പിക്കുന്ന, നിന്നെ ഉന്മൂലനാശം ചെയ്ത് നിന്നെ തകർത്ത് കളയുന്ന, പാപത്തിലേക്ക് കൊണ്ടുപോകുന്ന, നരകത്തിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോകുന്ന, പാതാളത്തിലേക്ക് നിന്നെ വലിച്ചിഴച്ചു കൊണ്ടുപോകുന്ന, നിന്റെ സമാധാനം കെടുത്തുന്ന, നിന്റെ സന്തോഷം കെടുത്തുന്ന, വിശുദ്ധിയെ നഷ്ടപ്പെടുത്തുന്ന, നിന്റെ കുടുംബത്തിനകത്ത് അരാജകത്വം കൊണ്ടിരുന്ന, അന്ധകാരം കൊണ്ടിരുന്ന, ഊരിൽ കൊണ്ടിരുന്ന, രോഗം കൊണ്ട് മഹാവ്യാധിയെ കൊണ്ടുവരുന്ന, ഈ ലോകത്തിന്റെ മാലിന്യം നിന്റെ ഭവനത്തിലേക്ക് വലിച്ചു കൊണ്ടുവരുന്ന ഈ കള്ളനെ നിന്റെ ഭവനത്തിനകത്തും ജീവിതത്തിലും സഭയിൽ നീ പ്രവേശിപ്പിക്കരുത്. അവനെ വലിച്ചെറിഞ്ഞ. അതുകൊണ്ടാണ് യേശു പറയുന്നത്, മോഷ്ടിപ്പാനും ഉറപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. കള്ളൻ വരുന്ന അതിനാ. ലോകപ്രകാരം നമ്മുടെ ഭൗതികന്മാർ നമ്മൾ ചിന്തിക്കും ആത്മീയമായി നമ്മെ തകർത്ത് കളയും.
രക്തം ചെയ്യും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിത, അവൻ ദൈവവചനം മുഴുവൻ പരിശുദ്ധ അവനാൽ അരുളപ്പെട്ട വചനമാണ്. അവ എത്രമാത്രം വിലയേറിയതാകുന്നു നിങ്ങൾ തിരിച്ചറിയണം. അവ പൊന്നിലും വളരെ തങ്കത്തിലും ആഗ്രഹിക്കത്തക്കവ, തേനിലും തേൻകട്ടയിലും മധുരമുള്ളതെന്ന് സങ്കീർത്തനം 19:10 നമുക്ക് വായിക്കാൻ കഴിയും. ഹല്ലേലൂയ. ആ വചനം വായിച്ച്, യഹോവയുടെ വചനങ്ങൾ നിർമ്മല വചനങ്ങളാകുന്നു, നിലത്തുരയിൽ ഉരുക്കി 7 പ്രാവശ്യം ശുദ്ധി ചെയ്ത വെള്ളി പോലെ തന്നെയെന്ന് സങ്കീർത്തനം 12:6 വായിക്കുന്നുണ്ട്. ആമി സങ്കീർത്തനം 119:72 വരുമ്പോൾ കാണുന്നത് എന്താണ്? ആമി സ്തോത്രം, 1000 പൊൻവെള്ളി നാണയത്തെക്കാൾ നിന്റെ വായിൽ നിന്നുള്ള ന്യായ പ്രമാണം എനിക്ക് ഉത്തമമെന്ന്. നിങ്ങൾ 119 സങ്കീർത്തനമൊക്കെ വായിക്കണം കേട്ടോ. ദൈവവചനമാണ്. 19 സങ്കീർത്തനമൊക്കെ വായിക്കുക. വചനത്തിന്റെ നിർമ്മലത കാണാൻ കഴിയും, വചനത്തിൽ പരിശുദ്ധി കാണാൻ കഴിയും. ലേഖനങ്ങൾക്ക് ഇത് വായിക്കണം. പൗലോസ് നമുക്ക് എഴുത്തുന്ന ഈടുറ്റ ലേഖനങ്ങൾ ഒരു 10-14 എണ്ണമുണ്ട്. പിന്നെ പത്രോസിന്റെ ലേഖനമുണ്ട്, യോഹന്നാന്റെ ലേഖനമുണ്ട്, യൂത്ത് എഴുതിയ ലേഖനമുണ്ട്. ഇതൊക്കെ നമ്മളൊന്ന് വായിക്കണം. വായിക്കുമ്പോൾ ഈടുറ്റ വചനങ്ങളെ, ശുദ്ധിയുടെ വചനങ്ങളെ, നിർമ്മലമായ വചനങ്ങളെ നമുക്കതിനകത്ത് കാണാൻ കഴിയും. ഹല്ലേലൂയ. പൗലോസ് എന്ന് പറയുന്ന വ്യക്തി രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുന്ന സൗലായിട്ട് നടന്നപ്പോൾ ഗമാലിയേലിന്റെ പാദപീഠത്തിൽ നന്നായിട്ട് ന്യായപ്രമാണം പഠിച്ചവനെന്ന് പറഞ്ഞ ശൗലിന്റെ സ്വഭാവം എന്തായിരുന്നു? ക്രിസ്തു വിശ്വാസികളെ പിടിച്ചുകെട്ടി യെരൂശലേമിൽ കൊണ്ടുവന്ന് അവരെ കൊന്നുകളയാൻ മഹാപുരോഹിതന്മാർ അധികാരപത്രം വാങ്ങി പുറപ്പെട്ടവനാ. അവനെ ദമസ്കസ് പടിക്ക് വെച്ച് കർത്താവായ യേശു ക്രിസ്തു സന്ദർശിച്ചപ്പോൾ, നീ ആരാകുന്ന കർത്താവ് എന്ന് പൗലോസ് ചോദിച്ചു. യേശു, നീ ഉപദ്രവിക്കുന്നവനായ യേശുവാണ്. അതേ വചനമാകുന്ന വിത്ത് ശൗലിന്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവന്റെ കഴിഞ്ഞകാല ജീവിത പാരമ്പര്യങ്ങളെ ഉള്ളിലുണ്ടായിരുന്ന പ്രതികാരത്തെ വചനം നീക്കിക്കളഞ്ഞു. അവന്റെ ഉള്ളിലുണ്ടായിരുന്ന മോഷ്ടാവിനെ ശൗലിന്റെ ഉള്ളിലുണ്ടായിരുന്ന മോഷ്ടാവിനെ മാറ്റിക്കളഞ്ഞ് വചനമാകുന്ന വിത്തേശുവിന്റെ ഉള്ളിൽ വിതച്ചു കഴിഞ്ഞപ്പോൾ അത് 30, 60, 100 മേനിയായി വിളഞ്ഞത് കൊണ്ടാണ് പൗലോസ് പിന്നത്തേതിൽ ശക്തനായ ശുശ്രൂഷകനായി മാറിയത്. രക്തജയം അപ്പോസ്തലർ 9 വായിച്ചാൽ കാണാൻ കഴിയും. അത് വചനം നിന്റെ ഉള്ളിൽ വളരട്ടെ. ഹല്ലേലൂയ. വചനത്തിന് ഇടം കൊടുക്കുക. ഈ ലോകത്തിനല്ല നിന്റെ ഹൃദയത്തിൽ ഇടം കൊടുക്കേണ്ടത്, വചനത്തിൽ ഇടം കൊടുക്കണം. എന്നെ കേൾക്കുന്ന മാതാവി പിതാവി, എത്ര നാളുകളായി നീ കരയുന്നു, എത്ര നാളുകളായി നീ കണ്ണുനീർത്ത് നോക്കുന്നു, എത്ര കാലങ്ങളായി നീ സങ്കടം അനുഭവപ്പെടുന്നു. ഒരു സമാധാനത്തിന് വേണ്ടി എത്ര കാലമായി നീ പ്രാർത്ഥിക്കുന്നു, ഒരു സന്തോഷത്തിന് വേണ്ടി, ഒരു സ്വസ്ഥതയ്ക്ക് വേണ്ടി എത്ര കാലമായി പ്രാർത്ഥിക്കുന്നു. എൻ്റെ കുടുംബം ഒന്ന് നന്നാകണം, എൻ്റെ ഭർത്താവും നന്നാകണമേ, എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും നന്നാകണം, അവർ വഴിവിട്ട ജീവിതം വിട്ട് മടങ്ങി ഒരു ലഹരിക്കകത്ത് മടങ്ങി വരണമെന്ന് നീ എത്ര കാലമായി പ്രാർത്ഥിക്കുക. എത്രയോ മലകൾ കയറിയിറങ്ങി, എത്രയോ നേർച്ച കാഴ്ചകൾ, എത്രയോ വഴിപാടുകൾ, ആരുടെയെല്ലാം മുമ്പ് മുട്ടുകൊത്തി ആരോടെല്ലാം നീ പ്രാർത്ഥിച്ചു. ഒരു മറുപടി നിനക്ക് ലഭിക്കാതെ ഇന്ന് നീ സങ്കടത്തിന് നിലയിലല്ലേ. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് പറയുന്നത്, വചനമാകുന്ന വിത്ത് നല്ല നിലത്ത് വിതച്ചതുപോലെ നിന്റെ ഹൃദയത്തിനകത്ത് വിതയ്ക്കുവാൻ നിന്റെ ഹൃദയം നീ ദൈവത്തിന് യേശുവിനെ വിട്ടുകൊടുക്കുന്നെങ്കിൽ, ഹല്ലേലൂയ, യേശുവിന്റെ ഹൃദയം വിട്ടുകൊടുക്കുന്നെങ്കിൽ വചനത്തിനകത്ത് വചനം നിന്റെ ഉള്ളിൽ വളയിൽ വന്നിടണം. നിന്നെ യേശുവിന്റെ സമർപ്പിക്കണം. ഹല്ലേലൂയ. അപ്പൊ ഒരു കള്ളന്റെ കയ്യിൽ വീഴാത്ത വിധം നിങ്ങൾ ജാഗ്രതയുള്ളവരായിരിക്കണം. സാത്താനാകുന്ന കള്ളന്റെ കയ്യിൽ നിങ്ങൾ വീഴാത്ത വിധം നിങ്ങൾ ജാഗ്രതയുള്ളവരായിരിക്കണം. നമുക്ക് യെരൂശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് പോയ മനുഷ്യനെ പെട്ടെന്ന് കള്ളന്മാർ ഉപദ്രവിച്ചു. അവന്റെ വസ്ത്രം അഴിച്ചു മാറ്റി മുറിവിലിപ്പിച്ച് അർത്ഥപ്രാണനായി വിട്ടേച്ചു പോയി എന്ന് ലൂക്കോസ് സുവിശേഷം വലിയ നമുക്ക് വായിക്കുമ്പോൾ കാണാൻ കഴിയും. ലൂക്കോസ് സുവിശേഷം 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 30 തൊട്ടുള്ള വാക്യങ്ങൾക്കകത്ത് കാണാൻ കഴിയും. മനുഷ്യൻ അർത്ഥപ്രാണനായിട്ട് ആ വഴിയായി ഒരു ലേവിനും വന്നു, ഒരു പുരോഹിതനും വന്നു. അവർ രണ്ടും കണ്ടിട്ട് മാറിപ്പോയി. എന്നാൽ ആ വഴിക്ക് നല്ലൊരു ശമരിക്കാരൻ വന്നു. ആ ശമരിക്കാരൻ വന്നിട്ട് എന്ത് ചെയ്തു? ഹല്ലേലൂയ സ്തോത്രം, അവിടെ നിർത്തി. ശമരിക്കാരൻ വഴി പോകയിൽ അവന്റെ അടുക്കലെത്തി. അവനെ കണ്ടിട്ട് മനസ്സറിഞ്ഞ് അരികെ ചെന്ന് എണ്ണയും വീഞ്ഞും പകർന്ന് പകർന്ന് അവന്റെ മുറിവുകളെ കെട്ടി അവനെ തന്റെ വാഹനത്തിൽ കയറ്റി വഴിയപ്പെടുത്തി കൊണ്ടുപോയി രക്ഷ ചെയ്തു. പിറ്റേന്നാൾ അവൻ പുറപ്പെടുമ്പോൾ 2 വെള്ളിക്കാശെടുത്ത് വഴിയമ്പലക്കാരന് കൊടുത്തിട്ട്, ഇവനെ രക്ഷ ചെയ്യണം, അധികം വല്ലതും ചെലവിട്ടാൽ ഞാൻ മടങ്ങി വരുമ്പോൾ തന്നുകൊള്ളാം. കണ്ടോ, ആ മനുഷ്യൻ കള്ളന്മാരുടെ കയ്യിലകപ്പെട്ടു. കള്ളന്മാർ അവന്റെ വസ്ത്രം അഴിച്ചു.
അവൻ അർത്ഥപ്രാണനായി. ഹല്ലേലൂയ. 10:30 തൊട്ട് താഴോട്ട് വായിച്ചെന്ന് കാണാൻ കഴിയും. പക്ഷേ പുരോഹിതനും അനുകരിക്കുക ആ ലേവ്യനും കടന്നുപോയപ്പോഴും നല്ല ശമരിക്കനായിരിക്കും നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. ആ അർത്ഥപ്രാണനായ മനുഷ്യനെ കൈവിട്ട് കളയാതെ അവനെ ചേർത്ത് പിടിച്ചു. എണ്ണയും വീഞ്ഞും, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, എണ്ണയും വീഞ്ഞും പകർന്ന് അവന്റെ മുറിവുകളെ കെട്ടി അവനെ സൗഖ്യം വരുത്തി അവന്റെ വാഹനത്തിൽ കയറ്റി വഴിപ്പെടുത്തിക്കൊണ്ടുപോയി രക്ഷ ചെയ്തു. അവന്റെ ഉള്ളിൽ വചനമാകുന്ന വിത്ത് വിതച്ചു. ഹല്ലേലൂയ. അത് എന്നെ കേൾക്കുന്ന സ്നേഹിത, ഈ ലോകത്തിന്റെ സാത്താൻ പിശാച്, ഈ ലോകത്തിന്റെ കള്ളൻ നിന്നെ അവൻ ഉപദ്രവിക്കും, പീഡിപ്പിക്കും. നീ നിന്റെ വസ്ത്രം വെച്ച് അർത്ഥപ്രാണനായി കിടന്ന മനുഷ്യനെ പോലെ അവൻ നിന്റെ കുടുംബത്തെ താറുമാറാക്കും. ഹല്ലേലൂയ. ഇന്നത്തെ കാലത്ത് കണ്ടില്ല, ചില സഹോദരന്മാരൊക്കെ കൊണ്ട് മദ്യവെച്ച് വെളിവില്ലാതെ സുഖം നഷ്ടപ്പെട്ട അർത്ഥപ്രാണന് വഴിയരികെ കിടക്കുന്ന കാലത്തിന് വസ്ത്രം പോലുമില്ലാതെ. അല്ലേ? കാരണം പിശാചാണ് നടത്തുന്നത്. ഒരു മദ്യപാനി നടത്തുന്നത് സാത്താനാണ്. ഒരു ദിവ്യാഗ്രഹം നടത്തുന്ന സാത്താനാണ്. ഒരു അശുദ്ധനെ നടത്തുന്ന സാത്താനാണ്. ഒരു വമ്പ് പറയുന്ന നുണ പറയുന്ന കള്ളനെ കൊള്ളക്കാരനെ നടത്തുന്ന സാത്താനാണ്. തീവ്രവാദി, ഭീകരവാദി, വർഗീയവാദി നടത്തുന്ന സാത്താനാണ്. അല്ലെങ്കിൽ ഒരു ചെടിക ജീവിതം നയിക്കുന്ന നടത്തുന്ന സാത്താനാണ്. അവന്റെ ഉള്ളിൽ ഇങ്ങനെയുള്ള ചിന്താഗതി കടന്നു വരും. അതുകൊണ്ടാണ് യേശു പറയുന്നത്, മോഷ്ടിപ്പാനും മറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളം വരുന്നില്ല. എന്നിട്ട് യേശു പറയുകയാണ്, അല്ലെങ്കിൽ സ്തോത്രം, യേശു പറഞ്ഞു അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും ഇത്രയും ഞാൻ വന്നത്. അപ്പൊ യേശു എന്തിനാ വന്നത്? അവർക്ക് ജീവൻ ഉണ്ടാകുവാൻ, നല്ലൊരു സമൃദ്ധിയായിട്ടുണ്ടാകുവാൻ എത്ര യേശു വന്നത്. അതേ സ്നേഹിത, യേശു വേണ്ടി നിന്നെ വിട്ടുകൊടുക്കണം. യേശു വേണ്ടി നിന്നെ വിട്ടുകൊടുക്കുമ്പോൾ നീ ദൈവത്തിന്റെ വചനത്തിലൂടെ തൊട്ടനായി സാത്താനോട് എതിർത്ത് നിൽക്കണം. ദൈവത്തിന്റെ വചനം സർവായുധവർക്കും നീ ധരിച്ചു കൊള്ളണം. വായിക്കുമ്പോൾ കാണാൻ വിവരിക്കാൻ സമയമില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്നത്, ദൈവത്തിന്റെ വചനം ജീവന് ചൈതന്യമുള്ളതായി ഇരുവാറ്റുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചകളെയും പ്രാണനെയും ആത്മാവിനെയും സന്ധിമഞ്ചുകളെയും വേറൊടിക്കും തുളച്ചിയിലെന്ന് ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളും വീക്ഷിക്കുന്നതാകുന്നത് പ്രായലേഖനം 4:12 വായിക്കുന്നുണ്ട്. എന്നെ കേൾക്കുന്ന ദൈവത്തിന് എത്രമാത്രം വചനം വായിച്ച് ധ്യാനിച്ച് നിങ്ങൾ മനഃപ്പാടമാക്കുന്നു, അത്രമാത്രം നിങ്ങൾ ആത്മീയമായി വളർന്നുകൊണ്ടിരിക്കും. അതേ വചനത്തിന്റെ ഹൃദയം, വചനം വായിക്കുവാൻ, വചനം നിന്റെ ഉള്ളിൽ വളരുവാൻ നീ അവസാനം വിട്ടുകൊടുക്കുക. വചനപ്രകാരം നീ ജീവിക്കണം. രാവിലെ എഴുന്നേറ്റ് നുണയും പറയാൻ വേണ്ടി, നുണ പറയാൻ വേണ്ടി, ഏഷണി പറയാൻ വേണ്ടി അയൽ വീട്ടിലേക്ക് നീ ഓടരുത് സഹോദരി. കുറെ ആളുകളുണ്ട്. അല്ലയ്യ, കുടുംബങ്ങളെ തകർക്കുന്ന ചില സഹോദരിമാർ കുടുംബങ്ങളെ തകർക്കും, കുടുംബ ജീവിതത്തെ തകർക്കും. രാവിലെ വീട്ടിൽ എഴുന്നേറ്റ് പണിയൊക്കെ അങ്ങോട്ട് ചെറുതായിട്ട് തീർത്ത് ഭർത്താവ് ജോലിക്ക് വേണ്ടി അടുത്ത വീട്ടിലേക്ക് കൂടുക. അങ്ങനെ അയൽ വീട്ടിലെല്ലാം അയൽ വീട്ടിലെ എല്ലാവരെയും വിളിച്ച് ഒന്നിച്ച് കൂട്ടി ഒരു വട്ടനായ സമ്മേളനം പോലെ നടത്തും. പിന്നെ കുറ്റം പറച്ചില്ല, കുറവടച്ച് നുണ പറച്ചില്ല, ഏഷണി, കുടുംബങ്ങളെ തകർക്കുന്ന നുണ. അങ്ങനെയുള്ള ഒരുപാട് കൂട്ടങ്ങളെ നിങ്ങൾ കണ്ടിട്ടില്ല. എനിക്കൊരുപാട് കൂട്ടങ്ങളെ അറിയാം. അല്ലേയ, നിന്റെ ഹൃദയത്തിനകത്ത് വചനം വളരണം. നീ യേശുവിൻ്റെതാണെങ്കിൽ നിന്റെ ഉള്ളിൽ വചനമേ വളരാവുള്ളൂ. അല്ലെങ്കിൽ നീ സകല അശുദ്ധമായത്. കാരണം പിശാച് നിന്റെ ഉള്ളിൽ വളർന്നാൽ, സാത്താൻ എന്ന കള്ളൻ വളർന്നാൽ അവൻ നിന്നെ നശിപ്പിക്കും. അനവധി തലമുറ നശിച്ചില്ലേ? സമാധാനമുണ്ടോ? കുടുംബത്തിൽ സ്വസ്ഥതയുണ്ടോ? അത് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിന്റെ ജീവിതത്തിനകത്ത് ദൈവം വസിക്കട്ടെ. നിന്റെ ഹൃദയത്തിനകത്ത് യേശു വസിക്കട്ടെ. നിന്റെ ഹൃദയത്തിൽ വചനമാകുന്ന വിത്ത് വളരട്ടെ. ഹല്ലേലൂയ. യേശു വന്നത് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകും. യേശു വന്നത് എന്നാൽ കള്ളനായിരിക്കുന്ന സാത്താൻ, ദുഷ്ടനായിരിക്കുന്ന സാത്താൻ, ഈ ലോകത്തിന്റെ ദൈവം, അവൻ കള്ളനാണ്, അവൻ പിശാചാണ്, സാത്താനാണ്. അവന്റെ പണി മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും. അവൻ നിന്റെ കുടുംബത്തെ, നിന്റെ ഭർത്താവിനെ, നിന്റെ മക്കളെയും, നിന്റെ ആത്മീയ ജീവിതത്തെ, നിന്റെ നന്മകളെ മുഴുവൻ മോഷ്ടിച്ചറുത്ത് മുടിച്ചവൻ നശിപ്പിക്കും. അവിടെ മടങ്ങി വാ, മാനസാന്തരം മടങ്ങി. യേശുവിന്റെ ഹൃദയം കൊടുക്കാൻ പറ്റുമോ? നിന്റെ കഷ്ടത മാറും, നിന്റെ സങ്കടം മാറും, ദുഃഖം മാറും, വ്യാധി മാറും, ശാപം മാറും, പാപം മാറും, അന്ധകാരം മാറും, കൂരിൽ മാറും. നിന്റെ കുടുംബത്തിൽ സ്വസ്ഥത ദൈവത്തിന് കണ്ണുകളുടെ ചാട്ട്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി വചനം കേട്ടുകൊണ്ട് കേരളത്തിലെ 3.25 കോടി ജനങ്ങൾ, തലമുറകൾ എണ്ണത്തിൽപ്പെടാത്തവർ, അന്യസംസ്ഥാന തൊഴിലാളികൾക്കായി ഞാൻ ഇന്ത്യയിലെ 29 സംസ്ഥാനങ്ങൾ 7 കേന്ദ്രങ്ങളായി കർത്താവ് സ്തോത്രം. 145 കോടി ജനങ്ങൾ, തലമുറകൾ എണ്ണത്തിൽപ്പെടാത്തവർ കർത്താവ് ലോകരാജ്യങ്ങൾ 7 തെക്കേ അമേരിക്കയിലും വടക്കേ അമേരിക്ക, യൂറോപ്പ്, ഏഷ്യ, ആഫ്രിക്ക, ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക രാജ്യങ്ങൾക്കായി 700 കോടി ജനങ്ങൾ, തലമുറകൾ കർത്താവ്, സകല ജനങ്ങളും കർത്താവ്, ഈ ലോകത്തിന്റെ സാത്താനെ കള്ളൻ അവരെയും അറുത്തും മോഷ്ടിച്ചറുത്തും മുടിച്ചവരെ നശിപ്പിച്ച് കുടുംബത്തെ, കുടുംബ ജീവിതത്തെ, ആത്മജീവിതത്തെ തകർത്ത് സാത്താനെ അനവധി കുടുംബങ്ങളെ താറുമാറാക്കി, മദ്യത്തിലേക്ക് മയക്കുമില്ല ലഹരിക്ക് അടിമകളാക്കി, എല്ലാ ചെടിക ചൂതാട്ട വ്യഭിചാര പരസംഗ വിഗ്രഹാരാധനയിലേക്ക് പിശാച് പലരെ നയിച്ചത് കുടുംബങ്ങൾക്ക് സമാധാന, സ്വസ്ഥത, കണ്ണുനീര്,
വഴികളിലൂടെ കടന്നു പോകുന്നു. കടക്കണി കൊണ്ട് കർത്താവ് ഭാരം കൊണ്ട് ആത്മഹത്യയുടെ വക്കിലേക്ക് നീക്കിവിട്ട് അനേക ആയിരക്കണക്കിന് കുടുംബങ്ങൾ ഇന്ന് പകൽ മാനസാന്തരപ്പെട്ട് മടങ്ങി വന്ന് കർത്താവ് യേശുവിനോട് വേർതിരിക്കപ്പെടുവാൻ വിശുദ്ധ ജീവിതം നയിപ്പാൻ ജനത്തിന് ആത്മീയങ്ങൾ തുറക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. പാപത്തിന്റെ വഴി വിട്ട് മടങ്ങി വരട്ടെ, ശാപങ്ങൾ വിട്ട് മടങ്ങി വരട്ടെ. കർത്താവ് ജനം വിശുദ്ധ ജീവിതം നയിപ്പാൻ്റെ ശൈശവത്തിലും ബാല്യത്തിലും കൗമാരത്തിലും യൗവനത്തിലും ചോട്ടലിൽ തടവറയിലായിരിക്കുന്ന സകല ജനത്തെ രാജ്യരാഷ്ട്ര തലവന്മാർ, രാജകുമാർ, രാജ്യമാർ, പ്രധാനമന്ത്രി, ഗവർണർ, പട്ടാളം, ഗോത്രമ ദ്വീപുകളെ, ആദിവാസികൾ, ട്രൈബൽ ദ്വീപുവാസികൾ, അങ്ങനെ എല്ലാ ജനത്തെയും എല്ലാ ഭരണാധിപന്മാരെയും കർത്തൃത്വങ്ങൾ കാക്കുന്നവർ, ക്രമസമാധാന മാനക നിയമനിർമ്മാണ രംഗത്ത് നിൽക്കുന്നവർ, പോലീസിന്റെ എല്ലാ ജുഡീഷ്യൽ എല്ലാ ഭാഗങ്ങളെയും ഭാവിയുടെ എല്ലാ മേഖലയെ അയക്കുന്ന എല്ലാ മത സാമൂഹിക സംസ്കാര മാധ്യമ മീഡിയ എന്നുള്ളത് എല്ലാ ഭരണവിഷ പാർട്ടികൾക്കും കർത്താവ് ഈ മാനസാന്തരം കൊടുക്കണമേ. എല്ലാ ജനത്തെയും ദൈവം സമസ്യമായി പാപത്തിന്റെ വഴി വിട്ട് മടങ്ങി വന്ന് കർത്താവിന് വേണ്ടി വിശുദ്ധ ജീവിതം ഇപ്പാണ്ടയാകണം. ദൈവസഭയ്ക്ക് ദൈവമക്കളുടെ ദൈവദാസന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. സ്കൂളുകളൊക്കെ തുറന്ന സമയത്താണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും സ്കൂൾ, കോളേജ്, ക്യാമ്പസ് പരിസരങ്ങളിൽ മദ്യരൂപികളും മയക്കുമരുന്ന് രോഗികളിൽ അവിടെ താമെ പാർത്തുകൊണ്ട് കടകളിലൂടെയും വ്യക്തികളുടെയും തലമുറയെ നശിപ്പിക്കുന്ന കള്ളനായിരിക്കും സാത്താന്യ ശക്തികളെ ദൈവം നീക്കം ചെയ്യണമേ. അവർക്ക് ദൈവത്തെ പിടിക്കപ്പെടുവാൻ വലിയ ദൈവങ്ങളെ ഏൽപ്പിക്കുന്നു. ദൈവദാസന്മാരെ ദൈവങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന എൻ്റെ ശുദ്ധീകരിക്കണമേ. പിന്മാറ്റക്കാർക്ക് മാനസാന്തരം കൊടുക്കണം, മടങ്ങി കൊടുക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ.